الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون صدق الله العلي العظيم. അല്ലാഹു തആല അവൻ്റെ മഹളായ ഫضل കൊണ്ട് ഈ കൂടലും പീരിയലും കബൂൽ ചെയ്യട്ടെ. മുബാറക്കായ ഇജാബത്തുള്ള മജ്ലിസായി ഒക്കെ തആല സ്വീകരിക്കട്ടെ. അവൻ പൊരുത്തപ്പെട്ടത് പറയാനും കേൾക്കാനും പ്രാവർത്തികമാക്കാനും തൗഫീഖ് ചെയ്യട്ടെ. 21-ാമത്തെ ഈ ആയത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചതാണ്. അതിൽ ചില പൂർത്തീകരണങ്ങൾ കമ്മിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുക. കാരണം വളരെ പ്രധാനപ്പെട്ട ആശയമാണ് ഈ ആയത്ത് പറയുന്നത്. ഇസ്ലാമിലെ ഏറ്റവും അഫ്ദലായ വചനം ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ ഒരു സ്ത്രീകരണമാണിത്. യാ അയ്യുന്നാസു, ജനങ്ങളെ, മുഅ്മിനീങ്ങളെ എന്നല്ല, ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കണം, റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, ആരാണ് നിങ്ങളെ റബ്ബ്? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച. എന്തിനാണത്? ലഅല്ലക്കും തത്തക്കും, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ. ഇബാദത്തിൻ്റെ ലക്ഷ്യം മുത്തഖീങ്ങളാവാനാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവനാണ് ഭൂമി വിരിപ്പാക്കിയവൻ. വസമാഅ ബിനാഅ, ആകാശത്തെ മേൽപ്പുരയാക്കിയിട്ട് സംവിധാനിച്ചതും അവൻ തന്നെയാണ്. വ അൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉപരിലോകത്തിൽ നിന്ന് തെളിനീരിറക്കിയതും അവൻ. അതെന്തിനാ? ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള റിസ്ക്, എല്ലാവിധ പഴങ്ങളിൽ നിന്നും ഫലങ്ങളിൽ നിന്നുമുള്ള നിങ്ങളുടെ വിഭവങ്ങൾ, ഭക്ഷണം നിങ്ങൾക്ക് ഒരുക്കി തരാനാണ് ആ വെള്ളം. ഇതൊക്കെ അവനാണ്. ഫലാ തജ്അലൂ ലില്ലാഹി, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അല്ലാഹു തആലാക്ക് ആക്കരുത് അൻദാദൻ, നിദ്ദുകളെ. നിദ്ദിൻ്റെ വാക്കർത്ഥം തുല്യനെന്നാണ്. അള്ളാഹിനോട് തുല്യരായി ഒരാളെ നിങ്ങൾ സ്ഥാപിക്കരുത്, ഷിർക്ക് ചെയ്യരുത് എന്നർത്ഥം. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ. അവിടെയാണ് വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എൻ്റെ കാരണങ്ങളുമായി. വ അൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണല്ലോ, ഇൽമുള്ള ആളുകളാണല്ലോ. പിന്നെ നിങ്ങളെ ഈ കോലത്തിൽ കുറ്റമറ്റ രീതിയിൽ സൃഷ്ടിച്ച് നിങ്ങളെ അനാഥമാക്കി വിട്ടില്ല. നിങ്ങൾക്കുള്ള എല്ലാം, നിങ്ങളെ പരിചരണത്തിൻ്റെയും പരിപാലനത്തിൻ്റെയും ലക്ഷോപലക്ഷം താല്പര്യങ്ങൾ നിമിഷം നിങ്ങൾക്ക് ഒരുക്കി സംവിധാനിച്ച് തന്നുകൊണ്ടേയിരിക്കുന്നവൻ. അവനോട് നിങ്ങൾ ആരെയും പങ്കു ചേർക്കരുത്, അവനെ മാത്രം ആരാധിക്കണം. അങ്ങനെ നിങ്ങൾ മുത്തഖീങ്ങളാവണമെന്ന് പരിശുദ്ധ ഖുർആനെ കുറിച്ച് പരിചയപ്പെടുത്തിയതാണ്. അങ്ങനെ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ മുത്തഖീങ്ങളെ പറ്റി പറയേണ്ടി വന്നു. കാരണം മുത്തഖീങ്ങൾക്കാണ് ഖുർആൻ എന്താവുള്ളൂ, ഫലപ്പെടുള്ളൂ. അങ്ങനെ മുത്തഖീങ്ങളെ ചില ഗുണങ്ങളും പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ കൊടിയ നിഷേധികളെക്കുറിച്ചും പറഞ്ഞു, മുനാഫിക്കീങ്ങളെ സംബന്ധിച്ചും പറഞ്ഞു. അങ്ങനെ 3 വിഭാഗമാണ് ആളുകളെന്ന് പറഞ്ഞു. ഇപ്പോൾ അല്ലാഹു തആല പറയണത് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ. എന്തുകൊണ്ട്? അതിൻ്റെ കാര്യകാരണം പറഞ്ഞു. ഷിർക്ക് ചെയ്യരുതെന്നും പറഞ്ഞു. എന്തിനാണ് ആരാധിക്കണമെന്നുള്ളതിൻ്റെ വലിയൊരു തത്വം പറഞ്ഞു. അതെന്താണ്? എന്തിനാണ് ആരാധിക്കണത്? റബ്ബിനെ എന്തിനാണ് ആരാധിക്കണത്? മുത്തഖീങ്ങളാവാൻ, തഖ്വ ഉണ്ടാവാൻ. തഖ്വ ഇല്ല ഞാൻ ഒരു രക്ഷയില്ല. ആരാധിച്ചിട്ടൊന്നും കാര്യമില്ല. തഖ്വ ഉണ്ടാവണില്ല, തഖ്വ പോവുകയാണ്. ആരാധിക്കും തോറും തഖ്വയില്ല, പേടിയില്ല, ഞങ്ങൾ സ്വർഗത്തിൽ തന്നെയെന്നും പറഞ്ഞ് നടക്കുക. ആരാധിക്കാത്തവർക്കോ ഭയങ്കര പേടി. പഠിച്ചവനെ ഞാൻ നിസ്കരിക്കണില്ലല്ലോ, ഞാൻ കള്ളും കുടിച്ച് നടക്കുകയാണല്ലോ എന്നുള്ള പേടിയും ബേജാറും തഖ്വ കോൽക്ക്. നിസ്കരിക്കണവർക്കോ ഇബാദത്തിരിക്കണവർക്ക് തഖ്വയില്ല. നമ്മൾ സ്വർഗത്തിൽ തന്നെ എന്നുള്ള ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഒരു കാര്യമില്ല. ഉണ്ടാവും. മട്ടം പോലെ അല്ല കഴിഞ്ഞാൽ ഇബാദത്ത് എടുക്കുമ്പോൾ പേടി പോവുക ചെയ്യാം.
മട്ടൻ പോലെയാണെങ്കിൽ പേടി ഇങ്ങനെ കൂടുകയാണ് ചെയ്യാം. തക്കുവ അപ്പോൾ തക്കുവയാണ് അതിൻ്റെ ഫലം, അതാണ് ലക്ഷ്യം. ഇപ്പോൾ ഖുർആൻ തരങ്ങൾ ആലോചിച്ച് നോക്കി. ഖുർആൻ ഹുദല്ലിൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞത്. മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് പറഞ്ഞെടുത്ത് ജലാലയിലൊക്കെ അത് ഔലു മജാസാണെന്നാണ് പറഞ്ഞത്. മുത്തഖീങ്ങളാകാൻ പോണോലെ അല്ല, മുത്തഖീങ്ങളെ പിന്നെ എന്താക്കണോ? മുത്തഖീങ്ങൾക്ക് ഇത് മാർഗദർശനാണെന്ന് മുത്തഖീങ്ങളായോലെ പിന്നെ ആക്കണോ? അപ്പം എൻ്റെ അർത്ഥം എന്താ? മുത്തഖീങ്ങൾ ആക്കും എന്നാണ്. തഖ്വയിലേക്ക് ആയിത്തീരുന്നവർ. ഔലു മജാസ് എന്ന് പറയും. മോനെ പറഞ്ഞുതരാം. ഔലടിച്ച് അറിയില്ലേ? ഔലോട് എന്താണ് അടിച്ചൽ? നെല്ലല്ലേ അടിച്ചൽ? മജാസൊക്കെ വേണമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാന്ന്. ഔലു മജാസ് ആയിത്തീരാൻ പോണത്. ആലയോലു ആകാൻ പോണേനെ പരിഗണിച്ചിട്ടും പറയും ഇന്നൊക്കെ മയ്യത്ത് എന്ന് പറഞ്ഞോ റസൂലുള്ളാഹിനോട്. അങ്ങ് മയ്യത്താണ്. അപ്പോൾ ഇന്നഹും മയ്യത്തുണ്ട്. അവരും എന്താണ്? മയ്യത്തായിക്കണോ? നാളെ മോല്യറ്റ് വേദനയും ജാമ്യയിൽ പഠിക്കുക. ഞാൻ ഫൈസ് ഇരിക്കുകയായിരുന്നു. ഫൈസ് അല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഔലു മജാസാണ് പറഞ്ഞു. അപ്പോൾ മനസ്സിലായോ? പൈസ ആകാൻ പോണതാണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി ഇല്ല മുസ്തഫാദ്. നമ്മൾക്ക് ഒരുപാട് ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊന്നും ക്ലാസ് എടുക്കാൻ നേരം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേഗം പോകണം. വളരെ വൈകിപ്പോയി. ഞാൻ നേരത്തെ ഉറങ്ങണം വെച്ചിട്ട് നിൽക്കുകയായിരുന്നു. അള്ളാൻ്റെ തീരുമാനം എങ്ങനെയാണ്? സുബഹ് നിസ്കരിച്ചിരിക്കുന്നിടത്ത് ഉറങ്ങാം. അപ്പോൾ കുറച്ചാണ്ട് ഉറങ്ങിയ അതിലിപ്പോൾ 7 മണിക്ക് ഉണർന്നു. 7 മണിക്ക് ഉണരുന്നത് അതിലാണ് പോകുന്നതാണ്. 10:30 അവിടെ നിൽക്കാവുണ്ട്. 9:30 നമുക്ക് നിർത്തണം. അതുകൊണ്ട് ചോദ്യോത്തരത്തിന് അവസാനം ഒരു സമയം തരാം. അതേ കാര്യം നന്നാവും. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ പറയണത് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിടത്ത് ജലാലയിലേക്ക് പോയിക്കണത് മുത്തഖീങ്ങളാക്കണം ഈ ഗ്രന്ഥം. അതാണ് ആ തഖ്വയാണ് സ്വർഗത്തേക്കുള്ള ടിക്കറ്റ്. സ്വർഗം പറഞ്ഞിടത്തൊക്കെ സ്വർഗം മുത്തഖീങ്ങൾക്കുള്ളതാണെന്നാണ് പറയണത്. എത്രയോ സ്ഥലത്ത് നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ മുത്തഖീങ്ങളെ പറ്റി പറഞ്ഞിടത്തൊക്കെ കാണാൻ സാധിക്കും. നരകാവകാശികളുടെ നേരെ വിപരീതമുള്ള വിഭാഗത്തെയാണ് മുത്തഖീങ്ങൾ എന്ന് പറയാം. ഓൽക്കാണ് സ്വർഗം ഒരുക്കി വെച്ചതെന്ന് പറഞ്ഞ ആയത്തുകൾ ധാരാളമുണ്ട്. അതിൽ എപ്പോഴും നമ്മൾ ഓതുന്ന ആയത്താണ് സൂറത്ത് ആല ഇംറാനിലെ 133 ആയത്ത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിച്ചു വന്നോളി. അഹമികയാ മുന്നോട്ട് വന്നോളി. അയഞ്ഞ സമീപനം പോരാ. ഉഇദ്ദത്ത് അത് റെഡിയാക്കപ്പെട്ടിരിക്കുന്നു ലിൽ മുത്തഖീൻ. ആർക്ക്? മുത്തഖീങ്ങൾക്ക്. അതേറെ പ്രതീക്ഷയുള്ളൊരായത്ത് വേണം. അവിടെ മുത്തഖീങ്ങളെ 4 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഞാനെപ്പോഴും പറയലുണ്ട്. അല്ലദീന യുംഫിഖൂന ഫിസ്സറാഇ വല്ലറായി. 2 സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ മുതൽ ചെലവഴിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. ക്ഷേമത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും. വൽ കാളിമീനൽ ഗൈള. ദേഷ്യം പിടിച്ചാൽ നിയന്ത്രിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അവിവേകങ്ങളും വിവരക്കേടും ആളുകൾ ചെയ്യുമ്പോൾ മാപ്പ് കൊടുക്കുന്നവരാണ് മുത്തഖീങ്ങൾ. ഇപ്പം എത്ര ഗുണങ്ങളായി? 3 ഗുണങ്ങളായി. ഉദാരമതികളാണ്, ദേഷ്യം നിയന്ത്രിക്കുന്നവരാണ്, എടുത്തിയാടൂല, മാപ്പ് നൽകും. പിന്നെ പറഞ്ഞെന്താ അറിയോ? വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അത്തരം സുഹൃത്തികളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പിന്നെ പറയണത് വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും. അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യാനിടയായാൽ ദക്റുല്ലാഹ്, അള്ളാഹ് എന്ന വിചാരമുണ്ടായിട്ട് ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം. ദോഷത്തിന് വേണ്ടി മാപ്പിരക്കും. പടച്ചോനെ പുറത്തു കൊണ്ടാകുന്ന അങ്ങനെ പറയും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹ് അല്ലാതെ ആരാ പിന്നെ ദോഷം പൊറുക്കാനുള്ളത്? എന്താണ് ശൈലിയൊക്കെ ഒന്ന് ആലോചിക്കുക നിങ്ങൾ. വലം യുസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ. തെറ്റാണെന്ന് ബോധ്യമായ നിലയിൽ വീണ്ടും അവർ തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല. ഉലായിക. ഈ 4 ഗുണങ്ങളുള്ള മുത്തഖീങ്ങൾ ജസാഉഹും അവർക്കുള്ള പ്രതിഫലം മഗ്ഫിറത്തും മിർ റബ്ബിഹിം. റബ്ബിൽ നിന്നുള്ള പാപമോക്ഷമാണ്. വജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹാൽ അൻഹാർ. അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളുമാണ്. ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. അതിലവർ നിത്യവാസികളാണ്. സുഹൃത്തികൾക്കുള്ള പ്രതിഫലം എത്ര ഉത്കൃഷ്ടമാണ്. അത് വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ്. എങ്ങനെയുണ്ട് മുത്തഖീങ്ങൾ?
നിങ്ങൾക്കാർക്കും പറയണം മുത്തക്കിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് പറയുന്ന ഒരു ആയത്തുകൾ ഇഷ്ടം പോലെയാണ്. സൂറത്ത് നബ് നമ്മൾക്ക് എപ്പോഴും സുബൈക്കൊക്കെ ഓതണ കേൾക്കണ ഇന്നലിൽ മുത്തഖീന മഫാസ. അതിവിടെ പറഞ്ഞ നിങ്ങൾക്കറിയോ? ഇന്നലിൽ മുത്തഖീന ഭക്തജനങ്ങൾ കൊണ്ട് മഫാസൻ വിജയസ്ഥാനമുണ്ട്. ഹദായിക തോട്ടങ്ങൾ, വഅനാബൻ മുന്തിരികൾ, ഹദായിക വഅനാബൻ വഖവായിബ അത്റാബ വയസ്സൊത്ത മാദക തിടമ്പുകൾ എന്നാണ്. സ്തനങ്ങൾ മുറ്റി നിൽക്കുന്ന തരുണീമണികൾ. പിന്നത്തെ പറയുന്നത് കവായിബ അത്റാബൻ വക്കഅസൻ ദിഹാക പതഞ്ഞ് പൊന്തുന്ന ചഷകങ്ങൾ. കള്ളിങ്ങനെ പതഞ്ഞിങ്ങനെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ സവനപ്പൊക്കെ കൊണ്ട് ചോദിച്ചാൽ പതഞ്ഞിന് വരണല്ലോ. കള്ളും അങ്ങനെയാണ് ഏറ്റവും ഉഷാർ. നിങ്ങൾക്കത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. എനിക്കതൊക്കെ അറിയാം. തഫ്സീൽ പറയുന്നത് അല്ല കണ്ടാണ്. ദിഹാക്കൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ കേസൻ ദിഹാക്കൻ ലാ യസ്മഊന ഫിഹാ ലഹും വലാ കിതാബ. അവിടെ നിരർത്ഥകമായതോ ആക്ഷേപങ്ങളോ ഒന്നും കേൾക്കേണ്ടി വരില്ല, കുത്തുവാക്കൊന്നും ഉണ്ടാവില്ല. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ. റബ്ബിൽ നിന്നുള്ള സമ്മാനവും പ്രതിഫലവുമാണ്. റബ്ബിസ് സമാവാതി വൽ അർളി, വാനഭുവനങ്ങളെ സൃഷ്ടിച്ച തമ്പുരാൻ്റെ പ്രതിഫലം അതെന്താ എങ്ങനെ ഉണ്ടാവും? റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബ. ആ റബ്ബൻ്റെ അടുത്ത് ഒരു സംസാരത്തെ ഒരാളും ഉടമയാക്കൂല, മുണ്ടാൻ ഒരാൾക്കും അധികാരം ഉണ്ടാവില്ല. ആ തിരുസന്നിധി, അതിൻ്റെ ഗാംഭീര്യം. ലാ യംലികൂന ഖിതാബ യൗമ യഖൂമു റൂഹു വൽ മലായിക. ജിബ്രീലും മലക്കുകളൊക്കെ ഇങ്ങനെ സൊഫായിട്ട് നിൽക്കും. യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സൊഫൻ ലാ യതകല്ലമൂന. ഒരാളും ഒരക്ഷരം പോലും ഉരിയാടുകയില്ല. ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, പരമകാരുണ്യകൻ അനുമതി നൽകിയവരല്ലാതെ. വഖാല സവാബ, സവാബ് പറഞ്ഞ ആളുകൾ. സവാബുണ്ടല്ലോ സത്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് മാത്രമേ അവിടെ അള്ളാഹിന് അനുമതി കിട്ടിയിട്ട് സംസാരിക്കാനും പറ്റുള്ളൂ. അതാണ് ആ ഹളറത്ത്, അല്ലാഹു തആലൻ്റെ ആ മഹത്തായ ആ സാന്നിധ്യത്തിൻ്റെ ഗാംഭീര്യം. അങ്ങോട്ട് അങ്ങനെ ഞാൻ പറയേണ്ടത് ഇതെവിടെ പറയാൻ കയറോ? സൂറത്ത് നബയിൽ ഖിയാമത്ത് എല്ലാ സാധ്യതയും അനിവാര്യതയും സ്ഥാപിച്ച ശേഷം ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ എന്നാണ് ആദ്യം തുടങ്ങുന്നത്. നരകം അത് ആളുകളെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. ലിത്തോഗീന മആബ, ധിക്കാരികൾക്കുള്ള വാസസ്ഥാനമാണ്. ആര്? നരകം. ഇങ്ങോട്ട് നരകത്തെ പറ്റി നീട്ടി പറഞ്ഞു. ലിത്തോഗീന മആബല യദൂഖൂന ഫീഹ ബർദം വല, അങ്ങനെ ലിത്തോഗീന മആബ ലാബിസീന ഫീഹ അഖാബ. ഒരുപാട് കാലം, അനന്തമായ കാലം ധിക്കാരികൾ നരകത്തിൽ വസിക്കേണ്ടി വരും. ലാബിസീന ഫീഹ അഖാബ ലാ യദൂഖൂന ഫീഹ ബർദം വല ശറാബ. അല്ലേ? കുളിരുള്ളതോ പാനീയങ്ങളൊന്നും കുടിക്കാനൊന്നും കിട്ടൂല. ഇല്ല ഹമീമൻ വ ഖസ്സാഖൻ. ഹമീം, ചുട്ടു തിളക്കുന്ന വെള്ളം. കുടിക്കാനെടുക്കുമ്പോഴത്തേന് ചുണ്ട് കരിഞ്ഞ് അയക്കന്നെ വീഴുന്ന, കുടിച്ചാൽ കുടലൊക്കെ മുറിഞ്ഞു പോകുന്ന. ഹമീമൻ വ ഖസ്സാഖ്, നരകാവകാശികളുടെ ദുർനീരുകൾ കത്തി ഉരുകി ഒലിച്ചു വരുന്ന ശലവും ചോരയൊക്കെയാണ് കുടിച്ചാണ്ട് പോകുള്ളൂ നരകക്കാർക്ക്. എന്നിട്ട് എന്താ പറയണേ? ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വ ഖസ്സാഖ ജസാഅൻ വിഫാഖ. അത് അവർക്ക് വളരെ കറക്റ്റായ പ്രതിഫലമാണ്. ഇന്നവും കാനൂല അർജുന ഹിസാബ. കാരണം എന്തെന്നാൽ അവർ ഹിസാബിനെയും പേടിച്ചിരുന്നില്ല. പേടില്ലാതെ ലിബറലുകൾ സ്വതന്ത്രരായി. അതൊക്കെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വാദിക്കണ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമുക്ക് അതിനുള്ള ഏതുണ്ട്? അങ്ങനെ പറയില്ല, ഇന്നത് നിയമം പറയണ്ട, ഓൽക്കുള്ളതാണ്. അങ്ങനെ ഒരു ഹിസാബിന് അങ്ങനല്ലേ? ലാ യർജൂന ഹിസാബ. അവർ വിചാരണയെ പേടിച്ചിരുന്നില്ല. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, കയ്യും കണക്കും പറയേണ്ടിരുന്നുള്ള ബോധമേ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? വകദ്ദബൂ ബി ആയാതിനാ കിതാബ. നമ്മുടെ സൂക്തങ്ങളെ നിഷേധിക്കുമായിരുന്നു. വകദ്ദബൂ ബി ആയാത് ഇന്ന ഇങ്ങോട്ടുണ്ടല്ലോ ഇബ്രാഹിം നജീനെ ബാക്കിയുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. വകദ്ദബൂ ബി ആയാതിനാ വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഹിസാബ. നാം ആവട്ടെ എല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു. പറയുന്ന ഒരു വാക്ക് പോലും, ഉരിയാടുന്ന ഒരു വാക്ക് പോലും രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. എല്ലാ കർമ്മങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ട് കിതാബിന് കൊടുക്കും. മുത്തഖീങ്ങളോ? അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി. നാളെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആളുകൾ
ഫയക്കൂലു പറയും ഹാ ഓ മുക്രു കിതാബിയ, പിടിച്ചോളൂ ഈ കിതാബ് വേണേൽ ആർക്കും വായിക്കാം. വലിയ ഹാപ്പിയിലാണ്. ഇന്നി വനന്തു അന്നി മുലാക്കിൻ ഹിസാബിയ, ഒരു നാൾ എൻ്റെ ഈ വിചാരണ ഞാൻ കണ്ടുമുട്ടുമെന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആ പേടിയിലാണ് ഓരോ വാക്കും പറഞ്ഞത്. അതുകൊണ്ടാണ് മുട്ടായിടത്തൊക്കെ പൊരുത്തപ്പെടിച്ചത് മുത്തക്കിയങ്ങൾ. കമ്പനിയിൽ ജോലിയാണ്, വലിയ കമ്പനിയിൽ, ബാങ്കിലല്ല ജോലി. പക്ഷേ ബാങ്കിക്ക് കമ്പനീൻ്റെ അക്കൗണ്ടുകളൊക്കെ സൈൻ ചെയ്യുന്നത് ഇയാളാണ്. അതുകൊണ്ട് ആ ജോലി രാജിവെക്കുകയാണ്. മനസ്സിലായോ? ഇന്നി ലൊനന്തു അന്നി മുലാക്കിൻ, എൻ്റെ റബ്ബിനോടൊരു കരാറുണ്ട്, പലിശനെ സഹായിക്കൂല എന്നുള്ളതുകൊണ്ട് ഈ ജോലി ഞാൻ എന്താക്കാണ്. ഇതൊക്കെ ഇന്നലെ കേട്ട വർത്തമാനങ്ങളാണ്. സ്വഹാബത്തിൻ്റെ ചരിത്രമല്ല ഈ പറയുന്നത്. ബാങ്കത്തെ ജോലിയല്ല, വലിയ കമ്പനിയിൽ വലിയ ഫാമിലി സ്റ്റാറ്റസിൽ വലിയ ശമ്പളവും എല്ലാമുള്ള ജോലി രാജിവെക്കണം. എന്താണെന്നൊക്കെ അറിയോ? ബാങ്കുകളുള്ള കമ്പനീൻ്റെ അക്കൗണ്ടുകളൊക്കെ സൈൻ ചെയ്യണത് ഇവനാണ്. അത് റബ്ബിനോടുള്ള ഒരു കരാറിനെതിരാണ്, പലിശയായിട്ട് ബന്ധപ്പെടില്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ 2 ആഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരൻ തീരുമാനമെടുത്ത് ഇന്നി വനന്തു അന്നി മുലാക്കിൻ നിസാബിയ, എൻ്റെ ഹിസാബിനെ ഒരു നാൾ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. ഫോഫി ഈശത്തിൻ റാലിയ, അവർ സംതൃപ്തമായ ജീവിതത്തിലാണ്. ഫി ജന്നത്തിൻ നാലിയ, ഉന്നതമായ തോട്ടങ്ങളിൽ. കുതൂഫുവ ദാനിയ, അതിൻ്റെ പഴങ്ങൾ അവരുടെ അടുത്തിരിക്കും. കുലു വഷ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ദുനിയാവിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പകരമായി കുടിക്കുക, ഭുജിക്കുക വളരെ രുചികരമായി എന്ന് അവരോട് അരുളപ്പെടുകയും ചെയ്യും. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് മുത്തഖീങ്ങൾ. മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. എവിടെ നിങ്ങൾ നോക്കിക്കോളി, മുത്തഖീങ്ങൾക്കാണ് സ്വർഗം. അപ്പോൾ നിസ്കരിക്കണം എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടിയല്ല. ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന ആളാണെന്ന് പറയാനുള്ളതല്ല, പേടിണ്ടാവാനാണ്. തഖ്വ ഉണ്ടാവണം. തഖ്വയുള്ളവർക്കുള്ളതാണ് സ്വർഗം. ഇവിടെ പല ജോലി വേണ്ടാൻ നോക്കും, പല ലാഭങ്ങളും വേണ്ടാൻ നോക്കും, പല രസങ്ങളും വേണ്ടാൻ നോക്കും. അതാണ് പേടി. അതാണ് മുത്തക്കി. നല്ല മൂമിനീങ്ങൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥന കാണാം, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, നീ ഞങ്ങൾ എന്താക്കണം എന്നാണ് ജഹീഷ പറഞ്ഞതെന്നറിയോ? നമ്മൾ ആ ഹൈലൈറ്റാണ് ആയത്താണ് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താ പറയണതെന്നല്ലേ? വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖാ അസാമാ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. മനു മനസ്സിലാവുണ്ടോ? പിന്നെന്താണ് പിന്നീട് പറയുന്നുണ്ട്? വല്ലദീന ഇദാ ദുഃഖിറൂ ബി വല്ലദീന ഇദാ മർറൂ ബില്ലാഹി മർറൂ കിറാമ. അങ്ങനെയല്ലേ? വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാതി റബ്ബിഹിം ലം യഖ്റൂ അലൈഹാ സുമ്മൻ വഉംയാന വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവിൻ്റെ അടിയാറുകൾ ചെയ്യുന്ന നല്ലൊരു പ്രാർത്ഥന പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഉലായിക്ക, ഇങ്ങനെയുള്ള ആളുകൾ യുജ്സൗന, അവർക്ക് പ്രതിഫലം അരുളപ്പെടും, അൽ ഖുർഫത, സ്വർഗത്തിൻ്റെ രമ്യഹർമ്മ്യങ്ങൾ, വയുലഖൗന ഫിഹാ തഹിയ്യതൻ വസലാമ, അള്ളാഹുവിൻ്റെ സമ്മാനങ്ങളും ആശംസകളും അവർക്ക് ലഭിക്കും. യുലഖൗന ഫിഹാ തഹിയ്യതൻ വസലാമ ഖാലിദീന ഫിഹാ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതരാവുകയും ചെയ്യും. ഖാലിദീന ഫിഹാ ഹസ്നത് മുസ്തഖറൻ വമുഖാമ. എത്ര ഉത്കൃഷ്ടമായ താവളവും സ്വർഗവും, എത്ര ഉത്കൃഷ്ടമായ സങ്കേതമാണ്, താവളമാണ് ആ സ്വർഗം. അത് വിവരണങ്ങൾക്ക് അതീതമാണ്. ആർക്കുള്ളതാണ്? ഇങ്ങനെ പ്രാർത്ഥിച്ചവർക്കുള്ളതാണ്. എങ്ങനെ? വല്ലദീന യഖൂലൂന, അവരിങ്ങനെ പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ്ലനാ, റബ്ബെ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ, ഞങ്ങളെ ഇണകളിൽ നിന്നും ഞങ്ങളെ മക്കളിൽ നിന്നും, ഖുർറത അയുനിൻ, കൺകുളിർമയാകുന്ന കാഴ്ചകൾ,
വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് നീ ഞങ്ങളെ വഴികാട്ടികളാക്കണമേ. മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കണമല്ലാക്കണം, മുത്തഖീങ്ങളാക്കണം എന്നല്ല. നമുക്കൊക്കെ ഇങ്ങനെ ദ്വാരക്കേ, അതൊക്കെ നടക്കണ കാര്യമാണോ നിങ്ങൾ ചിന്തിക്കണ്ട. അള്ളാഹിനോട് പറയാലോ, ആവശ്യം ഉണ്ടാവാലോ. അങ്ങനെ ദ്വാരക്കലുണ്ടോ എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ആയത്തുകൾ സൂറത്ത് ഫുർഖാനിലെ നല്ല മനുഷ്യന്മാരെ സംബന്ധിച്ചുള്ള ആയത്താണ്. ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകൻ്റെ അടിയാറുകൾ എന്നുള്ളത് അങ്ങനെ തുടങ്ങണം. നിങ്ങളെ എവിടെ നോക്കിക്കോളി. ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്യേണ്ട ഒരു ദുആ എങ്ങനെയാണ്. ഇത് വർക്കില്ല, ഈ ദുആ കേൾക്കില്ലേ നമ്മുടെ ഈ ഉസ്താദന്മാർക്ക് ദ്വാരക്കില്ലേ നിസ്കാരത്തിൻ്റെ ശേഷം? റബ്ബനാ ഹബ്ലനാ വല്ലദീന യഖൂലൂന എന്നും പറയണ്ട കേട്ടോ, ഇങ്ങനെ പറഞ്ഞാൽ മതി. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ. ഇത് ദ്വാരക്കണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരൊന്നും കയ്യൊന്തിച്ചാണെന്ന് പറയണോ? വേണ്ടല്ലോ. ഉസ്താദ്മാർ ദ്വാരക്കലുണ്ട്. ഉസ്താദ്മാർ ദ്വാരക്കാൻ ഞാൻ പരാതി പറയണമല്ലോ ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് ഇടക്കൊക്കെ വന്ന് വരുന്നു ഇവിടെ നിന്ന്. ആര്? നാടന്മാരായ മൗമൂമിങ്ങൾ അങ്ങനെയൊക്കെ പരാതി പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാം. ഇമാമ് 5 നേരം ഒരു ദിവസം ഒരെട്ടനെ ദ്വാരക്കണല്ലെങ്കിൽ ഉസ്താദ് എന്തും തങ്ങൾ ദ്വാരക്കാത്തതെന്ന് പോയി ചോദിക്കണം. നിങ്ങൾ സൂറത്ത് ഫുർഖാനിലെ 2 ദുആ അള്ളാഹിൻ്റെ അടിയാറുകൾ ചെയ്യുന്ന. ആദ്യം ഇങ്ങനെ പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചോനെ നരകശിക്ഷ കാക്കണം കേട്ടോ. ഇന്ന അദാബ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ മുഖാമ, അതീവ ദുർഭഗമായ താവളമാണത്, അതിന് ചിന്ന കാക്കണം പടച്ചോനെ എന്ന് പറയണം. അവസാനമായിട്ട് ഇങ്ങനെ പറയണം, സ്വർഗം വേണമെന്നല്ല പറയണം, മുത്തഖീങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നവരാക്കണം, വഴികാട്ടികളാക്കണം. അള്ളാഹിനെ പേടിക്കുന്ന ആളുകൾക്ക് ഇമാമാക്കണം ഞങ്ങളാക്കിയാൽ പോരാ, എൻ്റെ ഭാര്യനെ ആക്കണം, എൻ്റെ മക്കളൊക്കെ അങ്ങനെ അള്ളാഹ് കഴിയും. അതിൽ നിന്ന് കൺകുളിർമയാകുന്ന കാഴ്ചകളും തരണം, കൺകുളിർമയാകുന്ന കാഴ്ചകൾ. കൺകുളിർമയാകുന്ന കാഴ്ച പറഞ്ഞാൽ 1 ലക്ഷത്തിൻ്റെ ജോലിയൊക്കെ ചെയ്തു ശമ്പളം കിട്ടൽ തുടങ്ങി എന്നുള്ളത് മാത്രമല്ല, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കൺകുളിർമയാകുന്ന കാഴ്ചകൾ പറഞ്ഞാൽ ഇപ്പോൾ സുബൈക്കൊക്കെ നീച്ചോക്കും മകങ്ങനെ തഹജ്ജുദൊക്കെ സ്കെച്ച് അള്ളാഹിനോട് ഇങ്ങനെ ദ്വാരക്കണമാണ് കാണുന്നത്. വാപ്പ സുബൈ സ്കെച്ചാണ് നീച്ചതാണ്. ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ ഓരോ വാപ്പാർ കാണുന്നുണ്ട്. അതാണ് ഈ ഭാര്യ തഹജ്ജുദ് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് നോക്കുമ്പോൾ ദുഹാ നിസ്കരിച്ച് ദ്വാരുന്നോണ്ടിരിക്കുകയാണ്. സുബൈ അല്ല കേട്ടോ 10 മണിക്ക് നിസ്കരിക്കണത്, ദുഹാ നിസ്കരിക്കുക. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതിപ്പോൾ പെരീജ് നോക്കുമ്പോൾ മക്കളെന്താ ചെയ്യണത്, വലിയ ഇതുണ്ടാക്കുകയാണ്. എന്തായാലും പറയാം, ഫ്ലക്സ്, നെയ്മറിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ വാപ്പാർ കാണുന്നത്. സിറ്റൗട്ടിൽ കാണുമ്പോൾ നെയ്മറാണ് കിടക്കണത്. ഇതൊക്കെ ഓരോ വാപ്പാർ കാണുകയാണ്. അപ്പോൾ മക്കൾ വിളിച്ചിട്ട് ചോദിക്കണം, എന്താണത്, എന്താ അത്? ഞാനല്ല, ചങ്ങന്മാരതാണ്. ഇതൊക്കെയാണ് പരിപാടി. നെയ്മറിൻ്റെ ശരിക്കുള്ള ബിംബം തന്നെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ആ ഫ്ലക്സിൽ ഇങ്ങനെ ചിത്രമല്ല തടയണത്. അത് തെറ്റാന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എന്നോടൊരാൾ ചോദിച്ചു, അഞ്ചൻ്റെ മകൻ എന്നോട് ചോദിച്ചു, എനിക്കൊരു പീടിയുണ്ട് അങ്ങാടിയിൽ, ആ പീടികയിൽ ഈ ഫ്ലക്സ് വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ശറയ്യ വശം ഒന്ന് അറിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാൻ എന്തായാലും വെക്കാൻ അയക്കണ്ടായിരുന്നു ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇഞ്ഞെന്തേക്കറെ വെച്ചാൽ പറയാം, ആ ശറയ്യായ വശം എന്താണ് വെക്കണം എന്നാണ്, എന്നാൽ പിന്നെ അനക്കുക. നിങ്ങളിപ്പോൾ അത് ചോദിച്ചപ്പോൾ തന്നെ എന്താ ഈ വെച്ചോ, അഞ്ചൻ്റെ മോനല്ലേ ഉറപ്പിച്ചാനോലേക്ക് വെച്ചോ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇഞ്ഞ് എൻ്റെ ഗൗരവം കൂടിയായിരുന്നു ഞാൻ. ഇഞ്ഞ് എന്തായാലും വെക്കാൻ പറ്റില്ല. ആരോടൊക്കെ എന്താ പറയുന്നറിയോ, ഷറയിലിപ്പോൾ എന്താ പറയുന്നത്, ഈ ബോർഡ് വെക്കൽ നിർബന്ധമാണ്. എൻ്റെ മൂത്താപ്പം ഇങ്ങനെ ഷറയ അവസരം ചോദിച്ചോളൂ അല്ലേ. അപ്പോൾ ഞാൻ വെക്കണില്ല, ഇന്ന് നിങ്ങൾ ആരും ഒന്നിട്ടും ചോദിച്ചോ, ഇഞ്ഞിച്ചാരോടും ചോദിക്കണ്ടായിരുന്നു. അയാൾക്കും വെക്കാൻ തീരെ താല്പര്യമില്ലേ, നല്ല തീരെ നാടനാണ്, നല്ലൊരു ദീൻമക്ക് മഹബത്തുള്ള അയാൾക്ക് നല്ലൊരു പീടിയൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ആ പീടിയമേൽ ഇത് വെക്കട്ടെ. ഫുട്ബോൾ കളിക്കണേനൊന്നും താറാറൊന്നുമില്ല, നമ്മൾ പണ്ടേ പറയുന്നുണ്ട്. ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, നല്ല നീയത്താണ്. ഇപ്പോൾ കൂലി വരെ കിട്ടുന്നുള്ളത് നമ്മൾ നിൽക്കണത്. ഒരു വ്യായാമമൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് കളി കാണലിൽ പെട്ടതല്ല. അത് 2 മണിക്ക്, രാത്രി 2 മണിക്ക് 3 മണിക്ക് കണ്ടാണ് പിന്നെ 10 മണി വരെ കിടന്നുറങ്ങുക, സുബൈയില്ല. അത് ഭയങ്കര തെറ്റല്ലേ. എന്ന് മാത്രമല്ല, ആ കളിക്കും വേണ്ടി 3 മണിക്ക് ഉണരാൻ കഴിയും. ഒരു തഹജ്ജുദ് കൈ 2 റക്അത്തിന് വേണ്ടി ഒരിക്കലും നീച്ചാനും കഴിയില്ല പറഞ്ഞാൽ അത് ഭയങ്കര ലക്ഷണക്കേടല്ലേ. ഇതിൻ്റെ ടൈം അങ്ങനെയൊക്കെ വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ അങ്ങനെ, ഇപ്പോഴത്തെ ഞാൻ പഠിച്ചിട്ടില്ല ശരിക്ക്.
പഠിച്ച് വരുന്നുള്ളൂ ടൈമൊക്കെ. അതെല്ലാം നടക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലായിടത്തും ബോർഡൊക്കെ എൻ്റെ പൂക്കുളത്തൂർ അങ്ങോടിയിലൊക്കെ ഭയങ്കര മെസ്സിൻ്റെ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ഏതൊരു ഫോട്ടോ വെച്ചിടണം. ഫോട്ടോഗ്രാഫർ കൊണ്ട് എടുക്കുന്ന ഫോട്ടോത്തിന് വിട്ടുവീഴ്ചയുണ്ട്. ഫോട്ടോഗ്രാഫർ കൊണ്ട് എടുക്കുന്ന ഫോട്ടോത്തിന് ഏതുണ്ട്? അതൊക്കെ നമ്മളെ മുഫ്തികളൊക്കെ പറയണത് ജായിസാണെന്നാണ്. ജിസ്മില്ല എന്ന് മാത്രമല്ല, വരക്കണില്ല എന്നുള്ളതാണ്. ചിത്രം വരാമെന്ന് തസ്വീറൊന്നും കൂടി പറയാൻ പറ്റില്ല. നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഫോട്ടോയുടെ പതിയില്ലേ, ആ പതിഞ്ഞ ഫോട്ടോയോടെ പിടിച്ച് വെക്കുക. ഹബസുല്ലിൽ എന്നാണ് അതിൻ്റെ അല്ലേ? ആ നേലിനോട് പിടിച്ച് വെക്കണേ ഉള്ളൂ, വരക്കണില്ല. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഫോട്ടോയുടെ പതിയില്ലേ, അതിൻ്റെ ആരും ചിത്രം വരക്കുകയെന്ന് പറയുമോ? കണ്ണാടി നോക്കിയ ഫോട്ടോ അങ്ങനെ അവിടെ പതിയില്ലേ, ആ നോക്കലോടെ ചിത്രം വരക്കലാണോ? പിന്നെ ഫോട്ടോഗ്രാഫറിൻ്റെ പ്രവർത്തനം ആ പതിഞ്ഞ ഫോട്ടോ അവിടെ പിടിച്ച് നിർത്തുകയെന്നല്ല, വരക്കണില്ല. ഓലും ഏത് പറയണ്ട ഈ വരച്ചാ കുറ്റാന്ന് പറയുന്നുണ്ട്. പെണ്ണോടും പെൻസിലോടൊക്കെ ഇങ്ങനെ കളർ ഒക്കെ വരക്കൂലേ, അത് ഫോട്ടോഗ്രാഫർ പോലെയല്ല, വ്യത്യാസം ഉണ്ടാവില്ലേ? ഒന്ന് എന്നാൽ അതും തിരക്കടില്ല, ഈ തടിയുണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അങ്ങനെ തൊട്ട് നോക്കിയാൽ തടയിനുണ്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ. അത് തെറ്റാന്നുള്ളതിൽ ആർക്കും തർക്കമല്ല. നാളെ റഹ്മത്തിൻ്റെ നോട്ടം അല്ലാത്തല്ലോ നോക്കൂല എന്നാണ്. ഇജ് ഉണ്ടാക്കിയ ഫോട്ടോത്തിന് ജീവൻ കൊടുക്കടാ, ഇജിനോട് മത്സരിച്ച ആളല്ലേ, ഞാനാണ് സൃഷ്ടാവ്. ജീവികളൊക്കെ ഉണ്ടാക്കി ഇജ് സൃഷ്ടിച്ച ആളല്ലേ, ജീവൻ കൊടുക്കടാ എന്ന് പറയാനോടെന്നുള്ളതാണ്. നാളെ റഹ്മത്തിൻ്റെ നോട്ടം അല്ലാതെ നോക്കൂല എന്നാണ്. അതാണ് ഇപ്പോൾ അങ്ങാടിയിലൊക്കെ കാണുന്ന ഈ മെക്സിൻ്റെ എന്താ മെസ്സിയോ എത്ര പേരുണ്ടല്ലേ, മെസ്സോ ഒക്കെ പതിരിങ്ങൾ പേര് പോലെയൊക്കെയാണ് പറയുന്നത്. ഒക്കെ പഠിച്ചു വെച്ചാണ് കോയാമോ. ഈ കോയാമൊക്കെ സാങ്കല്പികമാണെന്നൊക്കെ ചോദ്യം വരണം നിങ്ങളൊക്കെ കാണിക്കാത്തതുകൊണ്ടേ. ഇത് ഞാൻ അങ്ങനെ ഒറ്റക്ക് ഉത്തരുന്നുണ്ട്. ഇങ്ങനെ കോയാമോ കരിയമാജി എന്നൊക്കെ വിളിച്ചാണ് ഇങ്ങനെ ഉണ്ടാക്കുക. എന്നെ കണ്ടപ്പോൾ ഒരാൾ പറയാം പോലെ എന്താ കാണിക്കാത്തതെന്ന് കേൾക്കുന്നുണ്ട്. ഇത് സാങ്കല്പിക കഥാപാത്രങ്ങളാണത് എന്നൊക്കെ പറയുന്നുണ്ട്. മാണിയൊന്ന് കാണിച്ചു നോക്കാം കോയാമോ, അത് അങ്ങോട്ട് തിരിച്ചാൽ മതിയല്ലോ. ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ജയലിഷ ഒന്നിങ്ങനെ ഒന്ന് കാണിച്ചാൽ പറ്റുമ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്താളുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ. ചിലപ്പോൾ എനിക്ക് മഹബത്തോണ്ട് കയറി ഇപ്പോൾ പറയണ ആളെയൊന്നുമല്ല മഹബത്ത്. ശരി 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 സാർ, ആയിക്കോട്ടെ. അപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഫുട്ബോൾ കളിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ആദ്യം കാണലുണ്ടല്ലോ, ഈ ഒരു പുറത്തല്ലാത്ത കാണൽ, ഈ ആരാധകരാലുണ്ടല്ലോ, അത് ഭയങ്കര തെറ്റാണ്. ആരാധന കൊണ്ട് മൂത്തിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ വലിയ പൈസ, അതിനൊക്കെ പൈസ, നല്ല കാര്യത്തിന് പൈസ ചോദിച്ച പൈസ ഉണ്ടാവില്ല. അപ്പോൾ ആ ബോർഡിന് 2500 റുപ്യ എനിക്ക് വിവരം കിട്ടി. ഒരു നെയ്മറിൻ്റെ ഒറ്റ ഫോട്ടോ അങ്ങനെ മഞ്ഞ ഒറ്റ ഫോട്ടോ തടിയുള്ളത് ഒരു ഇത്ര ഏകദേശം കട്ടിയുണ്ടത് ഞാൻ കണ്ട്. 2000 റുപ്യേന് ഉണ്ട്. അതിനൊക്കെ ഈ കുട്ടികളെടുത്ത് കായുണ്ട്. ഒരു നല്ല കാര്യത്തിൽ എന്താവില്ല. അതൊക്കെ എന്തായാലും തെറ്റാണ്. ആ പൈസ ചിലവാക്കിയുണ്ടല്ലോ, അള്ളാഹ് തന്ന പൈസ അള്ളാഹ്ക്ക് ഒട്ടും തൃപ്തിയില്ലാത്തൊരു കാര്യത്തിലാണ് അത് ചിലവഴിക്കുന്നത്. ആയാതി ഫോട്ടോ ഫ്ലക്സ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും നമ്മൾ ജിഫ്രി തങ്ങൾ ഫോട്ടോ ഇല്ല റോട്ടിൽ ഇങ്ങനെ ഫ്ലക്സിൽ വെച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് കൗലുണ്ട്, പറ്റുന്നുള്ള കൗലുണ്ട്, ഉണ്ടായിട്ട് തന്നെയാണ്, ഉണ്ടാക്കല്ല. അല്ലെങ്കിൽ നിങ്ങളെ മൂല്യന്മാർ ഫ്ലക്സൊക്കെ ഉണ്ടല്ലോ, ആ ഫ്ലക്സ് വേറെ, ഈ തടിയുള്ളത് വേറെ. തടിയുള്ളത് ഒറ്റ വ്യക്തിൻ്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാണ് ഇങ്ങനെ വെച്ചേക്കാണ്. ജംഗ്ഷനിലൊക്കെ വലിയ ആളായിട്ട് വലിയ ഉയരത്തിൽ 4-5 ആളെ വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് എത്രങ്ങാനും ഉറപ്പ് ഉണ്ടാവുന്നുണ്ട്. ആ ആരാധന, ആ മനോഭാവം, അത് കാണുമ്പോൾ രക്ഷിതാക്കൾക്ക് ഈമാനുള്ളവർക്ക് ഭയങ്കര ബേജാറാണ്. നേരെ മറിച്ച് ആ 3 മണിക്ക് ഈച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന പ്രാർത്ഥിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൺകുളിർമയാണ്. അങ്ങനെ കൺകുളിർമയാകുന്ന കാഴ്ചകൾ ഞങ്ങളെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും ഇനി ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. മുത്തക്കീങ്ങൾക്ക് നീ ഞങ്ങൾ എന്താക്കണമേ, വഴികാട്ടികൾ ഇമാമുമാരാക്കണമേ എന്നാണ് നല്ല മനുഷ്യന്മാരെ ദുആ. അതുകൊണ്ട് തഖ്വ, മുത്തക്കീങ്ങൾ, ഇതാണ് വിഷയം. അതിനാണ് ഖുർആൻ അല്ലാഹ് ഇറക്കിയത്, അതിനാണ് നിസ്കരിക്കുന്നത്, അതിനാണ് ഇബാദത്ത് എടുക്കുന്നത്. നോമ്പ് തന്നെയാണ്. നോമ്പിനെ പറ്റി പറഞ്ഞോടത്ത് ഇങ്ങനെ തന്നെ പറഞ്ഞു, കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും. നോമ്പ് ദിന നിങ്ങൾ തഖ്വ ഉണ്ടാവാനാണ്. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞ സോക്കട് കുറച്ചൊക്കെ അല്ലേ. ഇബാദത്ത് എടുക്കുന്നവർക്ക് തീരെ പേടിയില്ല എന്നുള്ള അവസ്ഥ, ഇബാദത്ത് എടുക്കാത്തവർക്കാണ് പേടി പ്രസോനെ എന്നുള്ളത്. മുസ്ലിംകൾക്ക് ഭയങ്കര നിർഭയത്വം, രണ്ടും പേവാണ്. കൂടുതൽ പേവ് ഈ പേടില്ലാത്ത നിസ്കാരമാണെന്ന് എനിക്ക് തോന്നണത്.
ഇയാലോദിയിലൊരു ഹദീസുണ്ട്, ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട് തഖ്വ ഇങ്ങനെ കുറയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹിനെ തൊട്ട് അകലേ ചെയ്യുള്ളൂ. ഇബാദത്ത് ഇങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് പേടി കുറയാം. അത്തരം നിസ്കാരം കൊണ്ട് അള്ളായിട്ട് അകലാനാ ഇടയാവുള്ളൂ. തഖ്വ എന്താണ്? അത് ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ മുത്തഖീൻ എന്ന് പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്. തഖ്വനെ പറ്റി നമ്മൾ നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒന്ന് ഇതാണ് പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞത്, ഹദീസോടെ കൊടുത്തത്, ലാ യബ്ലുഗുൽ അബ്ദു യകൂനുൽ മുത്തഖി ഹത്താ യദ മാലാ ബഅസബി ഖൗഫു മാ ഫീ ബഅസുൻ. ഹറാമില്ലാത്ത കാര്യം പോലും ഹറാമാകുമെന്ന് പേടിച്ചിട്ട് മാറ്റി വെക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ മികച്ചൊരു ഉദാഹരണം പറയലുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിന് മുമ്പിലുള്ള പുഴയത്തെ മീൻ ഇനി ഒരിക്കലും തിന്നൂല എന്ന് തീരുമാനിച്ചു. ചരിത്രം മനസ്സിലായില്ലേ? അതിൻ്റെ നല്ല ഉദാഹരണം. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ഇന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സാല ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു തഖ്വ. ഉമർ ഫാറൂഖ് തങ്ങൾ ഉബയ്യ് ബിൻ കഅബിനോട് തഖ്വ എന്താണെന്ന് ചോദിച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ കാലഹോ, അപ്പോൾ ഉബയ്യ് പറഞ്ഞത്, അമാ സെലക്ത തെരീക്കെന്താ ഷൗക്കി, നല്ല മുള്ള് നിറഞ്ഞ ബൈക്കൂടെ പോയിനാന്ന്. മുള്ളുകൾ നിറഞ്ഞ് നിൽക്കുന്ന റോട്ട് കൂടെയും ബൈക്കൂടെയൊക്കെ പോലുണ്ടോ? കാലബല. ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു അതെ. അപ്പോൾ കാല ഉബയ്യ് ചോദിച്ചു, ഫമാ അമിൽത്ത, അപ്പം എന്താ ചെയ്യൽ? ഷമ്മർത്തു വജ്ജത്തഹത്തു, നല്ലോണം പരിശ്രമിച്ച് മുള്ള് തറക്കാതിരിക്കാൻ നല്ലോണം സൂക്ഷിച്ച് നടക്കും അല്ലേ, മുള്ളുള്ള ബൈക്കൂടെ പോകുമ്പോൾ. അതാണ് തഖ്വ. ഒരു ഹറാമും സംഭവിക്കാതിരിക്കാൻ, ഒരു ഉറുപ്പി പോലും അവീതമായ മാർഗത്തിൽ നമ്മുടെ കയ്യിൽ അണയാതിരിക്കാൻ. അപ്പോൾ ഹറാമ് അല്ല എന്നുള്ള കാര്യം പോലും ഹറാമാവോന്ന് വിളിച്ചിട്ട് എന്താക്കുക, മാറ്റിക്കുക. ഇതാണ് തഖ്വ. ഈ തഖ്വ നിസ്കരിച്ചാലുണ്ടാവും, നോമ്പോറ്റാണ്ടാവും. നമുക്കിപ്പോൾ കുറച്ച് തഖ്വയൊക്കെ ഉള്ളത് നിസ്കരിച്ചിട്ടൊക്കെ തന്നെയാണ്. അതിങ്ങനെ ഉണ്ടാകുന്നുണ്ട്, നമ്മൾ അറിയേണ്ടതാണ്. ഞങ്ങൾക്ക് നല്ലൊരു സാമ്പിൾ പറഞ്ഞുതരാം. പണ്ട് ഷാഫിനോട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഷാഫി എടുക്കണമെങ്കിൽ പോയിക്കണം, ഇപ്പോൾ പോയതല്ല, പണ്ട് റഷ്യക്ക് പോയില്ലേ. അസർബൈജാനിൽ പറഞ്ഞൊരു കഥ എന്താ വെച്ചാൽ, അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെ ഉണ്ടായാണ്ട് പള്ളിയും ഒക്കെ വിലക്കി, പള്ളിയൊക്കെ മറ്റേതാക്കി, കിതാബുകളൊക്കെ കണ്ടിട്ടിനല്ലോ. അറബിയിൽ എഴുതിയ ഒരു സാധനം അവിടെ കാണാൻ പാടില്ല കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ മാറിയണോ? അപ്പോൾ ഉഷാറായിട്ടൊന്നും അല്ല പറഞ്ഞത്, ഒക്കെ ക്ഷണിക്കുന്നുണ്ടല്ലോ വിശ്വാസികളൊക്കെ അല്ലേ. അത് ഞാൻ പഠിച്ചില്ല കേട്ടോ, ഞാൻ ഇപ്പോൾ ഇതൊക്കെ എനിക്കറിയാം ഇങ്ങനെ കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവരോട് ചെന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇവൻ്റെ വാക്കിട്ടൊരു നിസ്കാരം തുടങ്ങിയല്ലോ. അവിടുത്തെ ഒരു മുസ്ലിം നാമധാരിയായിരിക്കുന്ന ഒരു ചെറുക്കൻ ഷാഫിൻ്റെ ഒക്കെ കോട്ടക്കന്ന് പോയാലും വർത്തമാനം കേട്ട് നിസ്കരിക്കാൻ തുടങ്ങി. ഷാഫിനോട് പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ വാപ്പ പറയാനോ നിസ്കരിക്കാൻ പറ്റില്ല എന്ന്. വാപ്പ ടാക്സി ഡ്രൈവറാണ്. വാപ്പ നിസ്കരിക്കാൻ പാടില്ല, കാരണം നിസ്കരിച്ചാൽ നിൻ്റെ കല്യാണം ഉണ്ടാവുമ്പോൾ നിൻ്റെ സ്നേഹിതന്മാരെ ഞാൻ വിളിക്കും, അപ്പോൾ എനിക്ക് പറ്റില്ല. എൻ്റെ സ്നേഹിതന്മാർ ഇത് കേട്ടണത് കഥ. ഇവൻ്റെ നേരെ ജ്യേഷ്ഠനോട് പറഞ്ഞാണ്. അപ്പോൾ നിസ്കരിച്ചാൽ ഓൻ തന്നെ അറിയാം, നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ കള്ളുടിയൊക്കെ നിർത്തും, കള്ളുക്കാരെ പറ്റൂല എന്നല്ല. എന്താണ് നിങ്ങൾ നമുക്ക് നിസ്കരിക്കുന്നതോടാണ് ഈ തെക്കുവൊക്കെ ഉണ്ടാണത്. നമ്മളൊരു നിസ്കാരമില്ല, ഇങ്ങനെ വെറുതെ കച്ചവടം ചെയ്യുക, ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങാൻ നീച്ച, ഈ മൊബൈൽ നോക്കുന്നത് മാത്രമുള്ളെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലേ നമ്മളെ ചിത്രം. നമ്മൾ ഒതുർക്കുമ്പോൾ തന്നെ വിശ്വാസമൊക്കെ ഉണ്ടല്ലോ, തെക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഒതുർക്കുമ്പോൾ തന്നെ തുടങ്ങും. ഞാനന്നൊരു ഉസ്താദിനെ പറ്റി പറഞ്ഞില്ലേ, കേരളത്തിൽ അടുത്ത കാലത്ത് ജീവിച്ചൊരു ഉസ്താദിൻ്റെ ശിഷ്യം പറയാണ്, ഉസ്താദ് ഓങ്ങോട്ട് കേട്ടുകൊണ്ട് റൂമിൽ നിന്ന് അയലങ്കരിക്ക് പോകുമ്പോൾ തന്നെ കോലം മാറും. അയലങ്കരിക്ക് അല്ലാത്തപ്പോൾ പോകുമ്പോഴല്ല ഒതുർക്കാൻ പോവുക. ഒതുർത്ത് കഴിയുമ്പോൾ ചിലവിൽ ഭയങ്കര വർക്കലൊക്കെ തുടങ്ങും. ഒതുവിൽ ഹുസൂമാണ്, എന്നാലും നിസ്കാരത്തിൽ ഹുസൂട്ടുള്ളൂ എന്ന് ഹദീസ് ഒസലിയമ്മ മെയ്യൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒതുർക്കുമ്പോൾ ഒരു ഹുസൂ, ഇത് ഞാൻ അള്ളാഹു തആലയുടെ മുനാജാത്തിനും വേണ്ടി റെഡി ആവുകയാണ്. ഇത് വെറുതെ ഇങ്ങനെ കയ്യും കാലം തേച്ചേക്കൊന്നുമല്ല. ഇത് കഴിഞ്ഞ് ഞാൻ കാര്യം മുമ്പൊക്കെ നിൽക്കാനുള്ളത്, അതിനാണ് ഇപ്പോൾ ഞാൻ റെഡിയാണെന്നുള്ള ബോധത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ഒസലിയമ്മ പറയുന്നുണ്ട്, അപ്പോൾ ഈ മനുഷ്യൻ്റെ നോട്ടസ്ഥാനമായ മുഖം വൃത്തിയാക്കണമെങ്കിൽ മാത്രമാവില്ല, അള്ളാഹിൻ്റെ നോട്ടസ്ഥാനമായ ഹൃദയം ഉണ്ടല്ലോ, അവിടെ ക്ലിയർ ഉണ്ടോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോഴാണ് ബേജാറ്. അവിടെ അസൂയുണ്ടോ, കിബറുണ്ടോ, ഹസദുണ്ടോ, രുജുബുണ്ടോ, അതൊക്കെ ചളിയാണ്, ചേറാണ്, അതൊക്കെ ചിന്തിക്കും. അങ്ങനെ ഒതൊക്കെ എടുക്കുമ്പോൾ വർക്കണോലുണ്ട്, ഓലെ പറ്റിയൊക്കെ പറയുന്നുണ്ട്.
ഒളു ചെയ്യുമ്പോൾ ഹുഷു ഉണ്ടായാലേ നിസ്കരിക്കുമ്പോൾ ഹുഷു ഉണ്ടാവുള്ളൂ എന്നുള്ള ഹദീസ് ഖസാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. ഒളു എടുക്കുന്ന സമയത്ത് ആകെ പേടിച്ച് വറച്ചോലെ പറ്റിയൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ എന്താ വിചാരിച്ചാണ് ഒളു എടുക്കണത് എന്തിനാ? അള്ളായിട്ട് മുനാജാത്ത് നടത്താൻ, അള്ളാഹിൻ്റെ മുമ്പ് നിൽക്കാനാണ്. പിന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കണത്, അനങ്ങോത് നിൽക്കണ കണ്ടിട്ട് പക്ഷികളൊക്കെ വന്നിട്ട് വല്ല മരക്കൊമ്പാണോ വെച്ചിട്ട് ഇരിക്കുമാറ് അത്ര അടങ്ങി അതൊക്കെ ഹുഷുവാണ്. ഇപ്പോൾ ആ ഹുഷു തന്നെയല്ല, ആണുങ്ങോട്ടും ചൊറിയലും മാന്തലും ചൊറിയഞ്ഞാലും ഇങ്ങനെയൊക്കെ ആക്കണമെന്നാണ് വെച്ച് തോന്നുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ആക്കുക, എന്തെല്ലാം ആക്കലറ നിസ്കരിക്കുന്ന ഇടയിൽ കുട്ടികളും എല്ലാവരും ചെയ്യുകയാണ്. അനങ്ങോതെ നിൽക്കുക എന്നുള്ളതൊരു ഹുഷുവാണ്, ശരീരത്തിൻ്റെ ഹുഷു. എല്ലാ അവയവങ്ങളും അടങ്ങി നിൽക്കണം. ഒരാളിങ്ങനെ നിസ്കരിക്കുന്ന ഇടയിൽ കൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ആക്കിയത്. തങ്ങൾ പറയുകയാണ്, അവൻ്റെ ഹൃദയത്തിൽ ഹുഷു ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ ആ കയ്യൊരിക്കലും താടിമക്ക് പോകില്ല. അങ്ങനെ അവയവങ്ങൾ അടങ്ങി നിൽക്കുക, കൽബും അടങ്ങി നിൽക്കുക എന്നുള്ളൊരു ഹുഷു. ആ ഹുഷു പോയി ഒരുക്കം നിസ്കരിച്ചത് 3 or 4 എന്നുള്ള തോന്നൽ വന്ന സ്വഹാബി തങ്ങൾ തിന്നിട്ട് പറയാണ്, ആ തോട്ടം എനിക്ക് വേണ്ട. ആ തോട്ടത്തിൽ നിസ്കരിച്ചപ്പോഴാണ് എനിക്ക് തകരാറ് പറ്റിയത്. ആ തോട്ടം എനിക്ക് വേണ്ട നബി. നിസ്കാരത്തെ ബാധിച്ചു ആ തോട്ടത്തിൽ ഇങ്ങനെ ഇടതൂർന്ന് മരങ്ങൾ വളർന്നതിനിടയിൽ ഒരു പക്ഷി ഇങ്ങനെ പാറി കളിക്കണ കണ്ടു. നിസ്കാരം 3 or 4 എന്ന് തോന്നി. എനിക്ക് ആ നിസ്കാരം വേണ്ട, എനിക്ക് ഞാൻ തോട്ടം വേണ്ട. തോട്ടം ദുനിയാവിനുള്ളതാണ്, നിസ്കാരം നാളേക്കുള്ളതാണ്. അത് ബാധിച്ചു. ഞാൻ എപ്പോഴും പറയലുണ്ട്, ഈ ഒരു നില നമ്മൾ സ്വീകരിക്കണേ നമുക്ക് ഒന്നും ഉണ്ടാവില്ല, കച്ചവടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒക്കെ അള്ളാഹ് കൊടുക്കാനുള്ള നയിക്കാരം. മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വായിക്കണം, ചിന്തിക്കണം, പരമാവധി ഹുഷു ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. ഞാനന്ന് നോമ്പിൽ നല്ലൊരു ക്ലാസ് എടുത്തു അല്ലാഹു അക്ബർ എന്നുള്ളതിനെ പറ്റി. അതൊന്നും ഇതിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ കേട്ടോ ജയീർഷ അല്ലേ? ആ അല്ലാഹു അക്ബറിന് 2 അർത്ഥ തലങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു വലിയവനാണ്. ഈ വിശാല വിസ്തൃതമായ പ്രപഞ്ചം മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര പരന്നു കിടക്കുന്ന ഒരു പ്രപഞ്ചമാണ്. ഇതിനൊക്കെ സൃഷ്ടിച്ച് നിമിഷാനിമിഷം കാത്ത് രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരല്ലാഹ് എത്ര വലിയവനാണ്. ഒരു മണിക്കൂറിൽ നമ്മളെ ആകാശഗംഗ ഗാലക്സി സഞ്ചരിക്കണത്തേന്നറിയോ? 5 ലക്ഷം കിലോമീറ്റർ. സൂര്യനും അതുപോലത്തെ 10,000 കോടി നക്ഷത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സി 5 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. ദിവസത്തിന് എത്രയായി? 24 മണിക്കൂറിന് 1,20,00,000. സൂര്യനും പോണ്, സൂര്യൻ്റെ മുകളിലുള്ള നക്ഷത്രങ്ങളൊക്കെ പോണ്, ഗ്രഹങ്ങൾ പോകുന്നു, ഉപഗ്രഹങ്ങൾ പോകുന്നു. സൂര്യൻ പോകുമ്പോൾ ഭൂമിനടക്കം കൊണ്ടുപോകണം. സൗരയൂഥം ഒന്നായിട്ട് പോവുകയാണ്. ഒരു സൗരയൂഥം തന്നെ 900 കോടി നാഴിക വിസ്തൃതിയിൽ പരന്ന് കിടക്കുകയാണ്. അതൊരു നക്ഷത്രമാണ്. അങ്ങനത്തെ 10,000 കോടി നക്ഷത്രങ്ങൾ, അതിലും ചെറുതും വലുതുമായ, അത് ഒരു ഗാലക്സിയാണ്. ആ ഗാലക്സി ഒരു മണിക്കൂറിൽ 5 ലക്ഷം കിലോമീറ്റർ. ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തൊക്കെ സൃഷ്ടിച്ച് അങ്ങനത്തെ 10,000 കോടി ഗാലക്സികൾക്കിടയിൽ ദശലക്ഷക്കണക്കിന് പ്രകാശവർഷം ദൂരങ്ങൾ. ഇതൊന്നും മനുഷ്യനെ കൊണ്ട് കണ്ടുപിടിച്ചാൽ കഴിഞ്ഞിട്ടില്ല എന്താണ് പ്രപഞ്ചം എന്നുള്ളത്. വളരെ കുറച്ചേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. കണ്ടുപിടിച്ചതാണ് ഇപ്പോൾ ഈ പറയണം. ഓക്കെ, ഇതൊക്കെ പോലെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിമിഷാനിമിഷം ഇതിനൊക്കെ നിയന്ത്രിച്ചും കാത്ത് രക്ഷിച്ചും കൊണ്ടിരിക്കുന്ന റബ്ബ് എത്ര വലിയവനാണ്, അവൻ്റെ കുതിർത്ത് എത്ര വലുതാണ്. അങ്ങനൊരു വശയിനുണ്ട്. പിന്നെ അല്ലാഹു അക്ബർ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലുത് അള്ളയാണ്. എന്തല്ല എൻ്റെ ജീവനല്ല, എൻ്റെ തടിയല്ല, എൻ്റെ കച്ചവടമല്ല, എൻ്റെ മാതാപിതാക്കളല്ല, എൻ്റെ മക്കളല്ല, എനിക്ക് എല്ലാത്തിനേക്കാളും ഏറ്റവും വലുതാരാണ്? അതാണ് എൻ്റെ ഒരു അർത്ഥം. അത് ഞാൻ അന്നോട് ഒരു ക്ലാസ്സിന് പറഞ്ഞിരുന്നു. ആ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം ഒരാൾ കൊണ്ടുവരണം, എന്തെങ്കിലും ഹുഷു ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ തുടക്കം തക്ബീർ കൊണ്ടാക്കിയത്. പിന്നെ റുക്കൂലേക്ക് പോകുമ്പോൾ അതന്നെ പറയണം, സുജൂദിലേക്ക് പോകുമ്പോഴും അതന്നെ പറയണം. അത് ആ കിട്ടിയ ഹുഷു നിലനിർത്താനാണെന്നാണ് ഇബ്നു നസർ തങ്ങൾ തൻ്റെ തുഹഫയിലും ഫത്തുൽ മീൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും ഇമാമിയങ്ങളൊക്കെ പറയുന്നത്. ഒക്കെ വെറുതെ അല്ല. എന്തുകൊണ്ട് തക്ബീർ കൊണ്ട് തുടക്കാക്കി? അല്ലാഹു അക്ബറിൻ്റെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അർത്ഥം ചിന്തിക്കണം എന്നാണ്. എന്നെങ്കിലും റൂഹ് ഉണ്ടാവുള്ളൂ ആ നിസ്കാരത്തിൽ, ആത്മാവ് അപ്പോഴേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അപ്പോഴും കച്ചവടമാണ് ആലോചിക്കുന്നത്, ദുബായിക്കാണ് ആലോചന. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഫ്ലക്സ് ഇല്ലേ, ആ ചങ്ങായിമാരൊക്കെയാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ ടീഷർട്ടിന് മുമ്പിൽ അതാണ് ഈ കാരം, നേരെ മുമ്പിലുള്ളവൻ്റെ ടീഷർട്ടിൽ നെയ്മറാണ് ഈ കാര്യം ഇരിക്കണത്. ഞാൻ അങ്ങനെ കുട്ടിയുടെ ചോദിച്ചാൽ ആരാളാന്ന് ചോദിക്കും. അപ്പോൾ നെയ്മറിൻ്റെ ആളാണ്. പിന്നെ എന്താ ഒരു പാപ്പുണ്ടോ, എൻ പാപ്പയെന്ന്, അതിൻ്റെ ആളുണ്ടോ? അതെടുത്ത ആളാണ്, ഫ്രാൻസിൻ്റെ ആളാണ്. അവനും കുറേ ആളുകളുണ്ട്. സാറാണല്ലോ, എൻ്റെ ഭാവിയുണ്ട് എന്നാണ് പറയണേ. കുട്ടികൾ പറഞ്ഞ തന്നെയാണ് എനിക്ക്. ഈ ബനിയനൊക്കെ ഇട്ട് വരുമ്പോഴേ ഞാൻ ചോദിക്കും ആരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് അല്ലാഹു അക്ബർ പറയുമ്പോൾ ഈ ടീഷർട്ട് ഇട്ടല്ലേ ഈ പള്ളിയിൽ നിൽക്കണങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാടി.
ഇയ്യാക്കനായതു നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ നോക്കണ നെയ്മറിൻ്റെ തലയിൽ കയറും അല്ലേ? അതൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആ ടീഷർട്ടൊക്കെ പള്ളിക്ക് ഇടാൻ പാടുണ്ടോ? വളരെ തെറ്റല്ലേ? എഴുത്തും വരെയും ആളെ ശ്രദ്ധ തെറ്റിക്കണതന്നെ കറാത്താണ്. കള്ളി, ലൈന്, ചിത്രങ്ങളൊക്കെ ഉള്ളത് തന്നെ കറാത്താണ്. എന്താ? ശ്രദ്ധ തെറ്റിക്കും എന്നുള്ളതാണ്. ശ്രദ്ധ പോകരുതെന്നുള്ള നിസ്കാരത്തിൽ എത്രത്തോളം പ്രധാനമാണെന്ന് അറിയാൻ ഒരു മസലങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മറക്കിരിക്കാൻ മുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കീവായി പുറപ്പെടാൻ മുട്ടുന്നുണ്ട്. ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട്. ഇവൻ പോയി മൂത്രം കഴിച്ച് വന്നിട്ട് ഒന്നിടത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ജമാഅത്ത് കഴിയും. പിന്നെ ഒരു ജമാഅത്ത് കിട്ടൂല. എന്നാൽ ഈ ജമാഅത്ത് കൊണ്ടോ മൂത്രം വെച്ചിട്ട് വരണോ? മൂത്രം വെച്ച് വന്നിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും മതി എന്ന് പറഞ്ഞാൽ. കാരണം ഇത് ശ്രദ്ധ തിരിക്കണ കാര്യമാണ്. ജമാഅത്തിൻ്റെ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വലുപ്പത്രയെന്നുള്ളത്. ആ ജമാഅത്ത് പോയി വേറെ ജമാഅത്ത് കിട്ടൂല എന്നുണ്ടെങ്കിൽ പോലും അത്തരം മുട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് എന്താക്കേണ്ടത്? അതാണ് ചെയ്യേണ്ടത്. കറാത്താണ്. അപ്പോൾ ശ്രദ്ധ നിസ്കാരത്തിൽ കിട്ടുക എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ കോയമ്പ് ചോദിക്കുന്നത് ചിത്രയും വരകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കറാത്തല്ലേ? അത് കറാത്താണ്. അത് ധരിക്കലും കറാത്താണ്, അത് വിരിക്കലും കറാത്താണ്, മുമ്പിലുണ്ടായാലും കറാത്താണ്. മുമ്പിൽ അപ്പോൾ നമ്മൾ ഈ ടീഷർട്ട് ഇട്ടാണ്ട് മറ്റവൻ്റെ ബാക്കിൽ നിന്നാൽ മോനെ വെറുതെ കറാത്തി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിലേക്ക് ഇരുന്ന് നിസ്കരിക്കുകയാണ്. ശ്രദ്ധ തിരിക്കണ ആദ്യ കള്ളി പുള്ളി ഷർട്ടുകളും കാര്യങ്ങളും കയ്യിലാണ് പെടുക. നിസ്കരിക്കുമ്പോഴേ അതിൽ നിസ്കരിക്കലും അതിന്മേൽ നിസ്കരിക്കും അതിലേക്ക് നിസ്കരിക്കലും കറാത്താണെന്ന്. ഫീഹി അലൈഹി ഇലൈഹി എന്നാണ് പറഞ്ഞത്. ഈ ശ്രദ്ധ തിരിക്കുന്ന ചിത്രങ്ങൾ, കള്ളികൾ, ലൈനുകൾ ഉള്ള ഡ്രസ്സിൽ നിസ്കരിക്കൽ. ഡ്രസ്സിൽ അത് ധരിച്ചാണ്ട് അതിൻ്റെ മേലെ അത് മുസല്ലാക്കി വെക്കൽ, അതിലേക്ക് അത് നേരെ മുമ്പിലുണ്ടാവൽ. ഇത് മൂന്നെന്താണ് കാരണം? അത് ഖുശൂനെ ശ്രദ്ധ അങ്ങോട്ട് പോകും. നിസ്കാരത്തിൽ ഏറ്റവും വലിയ പണി, ശാരീരികമായ ആരാധനകളിൽ ഏറ്റവും വലിയത് നിസ്കാരമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. യുദ്ധം അതിലേറെ പണിയില്ല. അതാണ് ഹജ്ജ് അതിലേറെ ഗതികേടല്ലേ? ഇങ്ങോട്ടും എന്താ അതിലേറെ വലിയ നിസ്കാരമായത്? കാരണം അതിനൊന്നും ഇത്ര പണിയില്ല. ഞാൻ മനസ്സിലായോ? ഹജ്ജ് ചെയ്യാനും യുദ്ധം ചെയ്യാനും ഇത്ര പണിയില്ല. എത്ര പണിയില്ല? ശ്രദ്ധ എടുക്കും തെറ്റാതെ അള്ളാഹുവിൻ്റെ ഒപ്പം തന്നെ നിസ്കാരം സലാം വീട്ടിന് വരെ എടുക്കും പോകാതെ അവിടെ ശ്രദ്ധ പിടിച്ചു നിർത്തുക എന്നുള്ള അത്ര പണി ഹജ്ജിലുമില്ല യുദ്ധത്തിലും. യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ? നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും ഇത് വസ്സലിമാമ് പിന്നെ എഹിയയിൽ പറയുകയും ഇമാം റാജി തൻ്റെ തഫ്സീറിൽ ഉദ്ധരിക്കുകയും ചെയ്ത സംഭവമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂഉള്ള മുഅ്മിനീങ്ങളാണ് വിജയിച്ചത്. അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ആ മുഅ്മിനീങ്ങൾ ഒരു ലൗവ് പോലും ചെയ്യൂല. ഒരു നിരർത്ഥകമായ വാക്കോ പ്രവൃത്തിയൊന്നും. പിന്നെ ഒലി ഫ്ലക്സിനൊക്കെ നടക്കുമോ? ആലോചിക്കണേ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? ഭക്തിയുള്ള നിസ്കാരമായിരിക്കണം. ഭക്തിയുള്ള നിസ്കാരമാണെങ്കിൽ അല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, എല്ലാ ലഗ്വിൽ നിന്നും അവർ മാറി നിൽക്കും. വല്ലദീനഹും ലിസക്കാത്തി ഫായിലൂൻ, സക്കാത്ത് കൊടുക്കും. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കും. അവിടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കുന്നത് വ്യഭിചാരം മാത്രമല്ല, സ്വയംഭോഗം പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഈ ആഴ്ച ഒരാൾ ചോദിച്ചു, സ്വയംഭോഗം എന്താ എൻ്റെ നില? അവിവാഹിതനാണ് കാരണം. ഞാൻ ഈ ആയത്ത് ഓതി കൊടുത്തു. എൻ്റെ തഫ്സീറിൽ സ്വയംഭോഗം ചെയ്യില്ലെന്ന് അവിടെ പറഞ്ഞത് ഞാൻ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഏതോ കൗലൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ കുറ്റത്തിലേക്ക് പോകാനുള്ള തടുക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പറ്റുമോ? അതും വേണ്ടായിരുന്നു. ഞാൻ പെണ്ണിട്ട റസൂലുള്ളാഹി പറഞ്ഞ് കല്യാണം കഴിക്കാനാണ്. അഗളുൽ ബസർ യാ മഅ്ശറ ശബാബ് മനിസ്താ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. കൈവുള്ളവരൊക്കെ കല്യാണം കഴിക്കണം. ഫൈനു അഗളുൽ ബസർ, അത് ദൃഷ്ടിയെ നിയന്ത്രിക്കും, ഹറാമായ നോട്ടങ്ങളെ തൊട്ട്. വ അഹ്സനുൽ ഫർജ്, അത് ചാരിത്രശുദ്ധിയും കാത്തു സൂക്ഷിക്കും. ഇനി ഒരാൾക്ക് കഴിവില്ല, ഫമല്ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഉൻ, അതവനൊരു വിജ ആണ്, അവൻ്റെ ലൈംഗിക ആസക്തിയെ നിയന്ത്രിക്കുന്നതാണ്. നോമ്പ് വിൽക്കുക, അല്ലാതെ ഈ പണിയൊപ്പിച്ചലല്ല. ഏതോ മതബ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. എവിടെ മതബിലൊക്കെ ഉണ്ട്. ഞാൻ പോയി അങ്ങനെ അതിനെ അത്ര മതിയില്ലേ കരിമാജി?
ഏത് മതമാണ് എന്ത് മതമാണെന്നോ ഞാൻ നോക്കിയില്ല. അപ്പോൾ നിന്നോടാ പിന്നെ ചോദ്യം. ഞാൻ അതൊക്കെ ഒന്ന് നൈസാക്കണമെന്നുള്ള അഭിപ്രായമാണ്, ലളിതമാക്കുന്നുണ്ട്, റീൽസിലൂടെയൊക്കെ ലളിതമാക്കുന്നുണ്ടെന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ നല്ലതൊന്ന് ഉഷാറാക്കി തരാം. ഒരു ഒഴിഞ്ഞ ആളെ കിട്ടിയത് അതൊക്കെ ചോദിക്കാനേ. എങ്ങനെയുണ്ട് ഇഞ്ഞ് പഠിച്ചോനെ, വിഷയങ്ങൾ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് തക്കവ വേണം. തക്കവയാണ് പ്രധാനം, നിസ്കരിക്കലല്ല പ്രധാനം, തക്കവയാണ് പ്രധാനം. അത് ഒന്ന് മുതലിച്ച് തുടങ്ങണം. തക്ബീർ മുതലിച്ച് സലാം വീട്ടിൻ്റെ അടിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞാൽ തക്കവ ഉണ്ടാവും. അതെനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം ഈ ആയത്തിലുള്ളത്, അല്ലാഹു തആല എന്താണ്, ആകാശവും ഭൂമിയും എല്ലാം കൃത്യമായിട്ട് ഒരുക്കി തന്നതാണ്, പരിപാലിക്കുകയാണ്. വെറും സൃഷ്ടിച്ച് അനാഥമാക്കി വിട്ടിട്ടില്ല. എല്ലാം ഉണ്ട്, ഭൂമിയിൽ പരിചരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഫലാ തജഅലൂ ലില്ലാഹി അന്താദൻ വ അൻതും തഅലമൂൻ, ഒരിക്കലും നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. അതിനെപ്പറ്റി രണ്ട് കാര്യം ഇതിൽ പറഞ്ഞതൊന്ന് വായിച്ചു തരാം കേട്ടോ. ശിർക്കിനെ സംബന്ധിച്ച് കേട്ടോളേ. വലാ തജഅലൂ ലില്ലാഹി അന്താദൻ വ അൻതും തഅലമൂൻ. അന്താദ്, നിദ് എന്ന് പറഞ്ഞാൽ സമന്മാരെന്നാണ്. നിദ്ദിനുണ്ടാക്കുക പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഒരു ചോദ്യം മറുപടിയൊക്കെ തഫ്സീറിൽ പറയുന്നുണ്ട്. അവർ അള്ളാഹിൻ്റെ സമന്മാരായിട്ട് ആരെ സ്ഥാപിച്ചിട്ടില്ല? ബിംബങ്ങളെ. കല്ലിനെ ആരാധിച്ചിരുന്നല്ലോ അവർ. കല്ലിനൊക്കെ രണ്ടാം സ്ഥാനം അവർ കൽപ്പിച്ചിട്ടുള്ളൂ, ഒന്നാം സ്ഥാനം അള്ളാഹ്ക്കാണ്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഇതിനൊക്കെ ഞങ്ങൾ ആരാധിക്കണത് ഇവർ അള്ളാഹിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള നയമാണ്. മെയിനായിട്ടുള്ള അള്ളാഹിനാണ് കണ്ടത്. ഇതൊക്കെ ഈ ദൈവങ്ങളായിരുന്നു. ഇപ്പം നമ്മൾ ഹൈന്ദവ സഹോദരങ്ങളിലൊക്കെ അങ്ങനത്തെ വിശ്വാസം ഉള്ളതെന്നാണ് തോന്നുന്നത്. ഹിന്ദുക്കളായിട്ട് വല്ലാത്ത സമാനതയാണ് ഈ മുശ്രിക്കുകൾ, മക്കത്തുള്ള മുശ്രിക്കുകൾ. മേൽ ദൈവം കീ ദൈവങ്ങൾ, അതായിരുന്നു കാഴ്ചപ്പാട്. അപ്പം നിദ്ദല്ലല്ലോ എന്നൊരു ചർച്ച ഉണ്ട്. നിദ് പറഞ്ഞാൽ തുല്യൻ എന്നാണ്. അല്ലാഹു തആലക്ക് എന്തിനാക്കിയിട്ടില്ല? തുല്യനെ കീ ദൈവങ്ങളെയാണ് ആക്കിയിട്ടുള്ളൂ എന്നുള്ളൊരു ചർച്ച പറയുന്നുണ്ട്. അത് അല്ലാഹു തആല അങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളൂ. എന്നാൽ മഹബത്തിൻ്റെ കാര്യത്തിൽ ഒരു അള്ളാഹിനെക്കാട്ടിലും മഹബത്ത് ഇതിനോട് കഴിഞ്ഞു. കാരണം അള്ളാഹിനോട് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ആരോട് ചോദിച്ചാൽ മതി, ഇവരൊക്കെ ആരാധിച്ചാൽ മതി. ഈ പ്രതിമകളെയും ബിംബങ്ങളെയും ഓലൊക്കെ നമ്മളെ കാര്യമൊക്കെ ആരോട് ശരിയാക്കി തരാനുള്ളതാണ്. അപ്പോൾ കമ്പ ആരോടായിരുന്നു? ഈ ബിംബങ്ങളോടായിരുന്നു. ബിംബങ്ങളോടും ആ ബിംബങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സന്നിധാനങ്ങളോടുമായിരുന്നു അവർക്ക് വലിയ താല്പര്യം. അപ്പോൾ ഇതിൽ ശിർക്കിനെ പറ്റി പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായ ചില പ്രയോഗങ്ങളുണ്ട്. അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, എന്നിട്ട് നിങ്ങളൊരു അഭിപ്രായം പറയും. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഒന്ന് പറയണത്? ഇങ്ങോട്ട് നോക്കി. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാനത് കേൾക്കുന്നുണ്ടോ? ഇബ്ൻ അബ്ബാസ് തങ്ങൾ പറയാണ്, ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലാൻ്റെ ഖൗലിനെ സംബന്ധിച്ച്. ഏത് ഖൗല്? ഫലാ തജഅലൂ ലില്ലാഹി അന്താദാ, അല്ലാഹു തആലാക്ക് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കരുതെന്ന ഈ ഖൗലുണ്ടല്ലോ, ഷിർക്ക് ചെയ്യരുത് എന്ന, അത് സംബന്ധമായിട്ട് ഇബ്ൻ അബ്ബാസ് പറയാണ്, അൽ അന്താദോ, അന്താദ് എന്ന് പറഞ്ഞാൽ ഹുവ ഷിർക്കു, ഷിർക്കാണ്. അഖ്ഫാമിൻ ദബീബിൻ നംലി അലാ സഫാത്തിൻ സൗദാ ഫി ദുൽമത്തിൽ ലൈലി, നല്ല കൂരിരുട്ടുള്ള രാത്രിയിൽ നല്ല മിനുസുള്ളൊരു പാറക്കല്ലുമ്പോൾ കൂടെ ഉറുമ്പ് അരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും കണ്ടുപിടിച്ചാൻ കഴിയില്ലല്ലോ. അതിലേറെ ഗോപ്യമായിട്ടുള്ളതാണ് ഷിർക്ക്. ഷിർക്കിനെ നല്ലോണം പേടിച്ചണം. നല്ല കൂരിരുട്ടുള്ള രാത്രി നല്ലൊരു പാറക്കല്ലുമ്പോൾ കൂടെ ഒരു ഉറുമ്പിങ്ങനെ അരിക്കുക, കണ്ടുപിടിച്ചാൻ കഴിയോ? അതിലേറെ ഗോപ്യമാണേത് അഖ്ഫ. കൊടുക്ക്. അശ്രിക്കു അഖ്ഫ മിൻ മീൻ ദബീബിൻ നംലി, ഉറുമ്പരിക്കുക, അല സഫാത്തിൻ സൗദാ ഫി ദുൽമത്തിൽ ലൈലി. ഓ യക്കൂല, അതോടെ ഇങ്ങനെ പറയാം, വല്ലാഹി വ ഹയാത്തിക്ക യാ ഫുലാൻ വ ഹയാത്തി, വല്ലാഹി അല്ലാണ് സത്യം, വ ഹയാത്തിക്ക നിൻ്റെ ജീവനുമാണ് സത്യം, യാ ഫുലാൻ ഫുലാനെ വ ഹയാത്തി എൻ്റെ ജീവനുമാണ് സത്യം. അപ്പോൾ സത്യത്തിൽ അള്ളാൻ്റെ കൂടെ വേറൊരാളും കൂടെ കൂട്ടുക. ഇപ്പോൾ നമ്മുടെ നാടന്മാർക്കൊക്കെ ഒരു പരിചയം, അള്ളയാണ് റസൂലാണ് സത്യം എന്നറിയും. ഒരിക്കലും പറയാൻ പാടില്ല. സത്യം അള്ള ആരെ കൊണ്ട് മാത്രം. കേട്ടിട്ടില്ലേ? അള്ളി റസൂലാണ് സത്യം എന്ന് പറയല്ലേ? പറയരുത്, പറയരുത്. ഖുർആൻ അള്ളാൻ്റെ കലാമാണ്, അള്ളാൻ്റെ സൃഷ്ടിയല്ല. അള്ളാഹിനെ കൊണ്ടും അള്ളാഹിൻ്റെ വസ്ഫുകളെ കൊണ്ടൊക്കെ സത്യം ചെയ്യാം, അള്ളാഹിൻ്റെ സിഫത്ത്. അതിന് കുഴപ്പമില്ല,
അത് സ്വഹാബത്തൊക്കെ പറഞ്ഞിട്ട് റസൂൽ തടഞ്ഞിട്ടില്ല. ഇത് റസൂൽ തടഞ്ഞാണ് ഇങ്ങോട്ട് ഞാൻ കാണിച്ചിരങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കി. എന്നാൽ അവർക്ക് പോയിക്കോല വേർത്തും പറയുകയാണ് ലൗല കലബത്തു ഹാദാ ല അതാന ലുസൂസു അൽ ഭാര്യത്ത. പട്ടില്ലെങ്കിൽ നിന്നോട് കള്ളം കിടക്കുമായിരുന്നു. പട്ടിയാണ് ഇപ്പോൾ കള്ളം കിടക്കലിനെ തൊട്ട് എന്താക്കിയത്? വലോലൽ ബത്തു ഫിദ്ദാരില്ല അത്തൽ ലുസൂസു. ബത്തില്ല ഞാൻ താറാവ് ഇങ്ങനെ കാര്യം തോന്നുന്നുണ്ടേ. താറാവിനെ കണ്ടിട്ടില്ലല്ലോ, വളർത്തി നോക്കിയണോ? കള്ളന്മാർ വരുമ്പോൾ ഇരുന്ന് ഒച്ചപ്പെടുത്തുന്നു തോന്നുന്നുണ്ട്. പട്ടീൻ്റെ മാർക്ക് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ആളുകൾ പണ്ടൊക്കെ പറഞ്ഞു. ഇനി ബത്തുള്ളതുകൊണ്ടപ്പോൾ കള്ളം വരഞ്ഞത് അതൊക്കെ ഒരു ശിർക്കാണ്. ഓലിട്ടോ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞ കേട്ടിട്ട് പോയാൽ മതി. ഇതിൻ്റെ ബാക്കിയുണ്ട്. ആദാ കുല്ലുഹു ബീ ശിർ. ഇങ്ങോട്ട് എന്താ പറഞ്ഞറിയോ? അതുപോലെ ഇപ്പോൾ കൗലു റജിൽ ഒരാൾ പറയുന്നില്ല സ്വാബി തൻ്റെ കൂട്ടരനോ മാഷ അള്ളാഹ് വശീത്ത. അള്ളയും ഇജുമ്പാട് ഉദ്ദേശം കൊണ്ടാണ്. അള്ള ഉദ്ദേശം കൊണ്ടാണ് ആ കൂട്ടത്തിൽ പറയാം. ഇയും അള്ളയും ഉദ്ദേശം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിലരോട് പറയും. ഒക്കെ നമ്മളെ പോലത്തെ പറയുള്ളൂ. തീരെ അന്തല്ലാത്തൊരു ഈ ഉദ്ദേശം കൊണ്ടാണെന്നേ പറയുള്ളൂ. അള്ളാനും കൂട്ടൂല. കുറച്ചന്തള്ളൂല്ല അള്ളാനെ കൂട്ടിയിട്ടേ പിന്നെ ആരെ പറയുള്ളൂ. ഇല്ലേ സുബി? മനസ്സിലാണ്ട്? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതൊന്നും പറയണ്ട. ഇപ്പോൾ കൗലർ റജുലി ഒരാൾ പറയാ, ഇതൊക്കെ ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറാണ്. ലൗലല്ലാഹു ലൗലല്ലാഹു ഫുലാനുൻ. അള്ളും ഫുലാനും ഇല്ലെങ്കിൽ, അള്ളില്ല ഇന്നാലിന്ന ആളും ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കണ്ടോലില്ല. അപ്പോൾ അള്ളാൻ്റെ കൂട്ടത്തിൽ കാണാം ഫുലാൻ തന്നെ ഒരു വ്യക്തിയെ കാര്യമായ ആളാണ്. കൂട്ടിക്കോളി നിങ്ങൾ. ഏതൊരു പൂക്കിയാണെന്ന് കൂട്ടിക്കോ. ഒരു പൂക്കിനെ പറ്റിയാണ് പറയണത്. അള്ളിയും അയാളും പാടെ. അപ്പോൾ അള്ളാൻ്റെ കൂട്ടത്തിലല്ലേ പങ്കി ചേർക്കണത്? നല്ലതാണോ? ഇതൊക്കെ ശിർക്കാണ്. അതാ കുല്ലുഹു ബി ഷിർക്കുൻ. ഇതൊക്കെ ശിർക്കാണ്. വഫിൽ ഹദീസി, ഇനി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഹദീസിലുണ്ട് അന്ന റജുലൻ ഒരാൾ കാലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു റസൂലിനോട് പറഞ്ഞു മാ ഷാ വശീത. ഇത് അള്ളാഹ് ഉദ്ദേശിച്ചതാണ്, നിങ്ങളും പാടെ ഉദ്ദേശമാണ്. റസൂലുള്ളാഹിനോട് അള്ളാഹ് ഉദ്ദേശിച്ചിട്ടാണ്, അങ്ങും പാടെ ഉദ്ദേശം കൊണ്ടാണ് നബിയെന്ന് ഒരാൾ ആരോട് പറഞ്ഞു? പിന്നെ അതപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഇത്ര അത്ഭുതം? നമ്മളത് പറയും. റസൂലിനോടൊരു സ്വഹാബി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറയാണ്, കാല തങ്ങൾ ചോദിച്ചു അജാൽത്തനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹു തആലക്ക് നിദ്ദാക്കുകയാണോ എന്ന് ആ സ്വഹാബിനോട്. ആര്? ഇജ്ജ് അള്ളാഹിൻ്റെ സമനാക്കിയോ എന്നെ എന്ന്. ഇതൊക്കെയാണ് ഇതിൻ്റെ തഫ്സീർ. വായിക്കണ്ടേ? ബ്രഹ്നാജി ഇതൊക്കെ വായിക്കണ്ടേ? അതേപോലെ ഓഫിൽ ഹദീസിലുണ്ടല്ലോ ആഖിരി വേറെ ഹദീസിൽ നിയമൽ കൗമു അന്തു, നിങ്ങൾ നല്ല ആളുകളാണ്. ലൗല അന്നക്കും തുനുദ്ദിദൂന, നിങ്ങൾ അള്ളാഹു തആലക്ക് നിദ്ദുണ്ടാക്കിയിട്ടില്ലെങ്കിൽ തഖൂലുന മാഷാ അല്ലാഹു ഷാബുലാനെന്ന് പറയുക. അങ്ങനത്തെ സോക്കടുണ്ട് നിങ്ങൾക്ക്. അള്ളാഹ് ഉദ്ദേശിച്ചിട്ടും ഇന്നാളിനാൾ എന്ന് പറയുന്ന സൂക്കട് നിങ്ങൾക്ക് അതില്ലേ, നിങ്ങൾ വളരെ ഉഷാറാകുമായിരുന്നു എന്ന്. ഞാൻ അബുലാലിയത്തിൻ്റെ തഫ്സീർ പറയുന്നുണ്ട്, ഫലാ തജഅലു ലില്ലാഹി അൻദാദൻ ഐ ഉദലാ ശുറക്കാ. അള്ളാഹു തആലക്ക് നിങ്ങൾ നിദ്ദുകളാക്കരുത്, സമന്മാരെ ആക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ പറയണ ചില, നിങ്ങൾക്ക് എന്ത് പറയേണ്ടത് ഇതിനെ പറ്റി? പറയുക പറഞ്ഞോളൂ, ഞാൻ മറുപടിയൊക്കെ പറഞ്ഞുതരാം. അതാണ് ഇപ്പോൾ സലീം ചോദിക്കുന്നത്, ഡോക്ടറെ കൊണ്ടാണ് സുഖമായതെന്ന് പറയില്ലേ? ചെറുക്കാണോ? എൻ്റെ സോക്കട് മാറ്റി നിൻ്റെ ഡോക്ടറാണ് എന്ന് പറയില്ലേ? അതിന് കുഴപ്പമുണ്ടോ? രക്ഷപ്പെട്ടു എന്ന് അറിയില്ലേ? ഇതാണ് ഇപ്പോൾ അയാൾ പറയണത്. മൂപ്പർ പറഞ്ഞതാണ്, ഞാനപ്പോൾ എത്തിയോണ്ട് മാത്രമാണ് എന്തായത് ഇതൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഞാൻ എന്താ കാട്ടുക? സലീമേ, ആ ഡോക്ടറാണ് സുഖാക്കിയെന്ന് പറഞ്ഞോട് ഉദ്ദേശിക്കുന്നത് അള്ളയാണ് സുഖാക്കിയെന്നാണ് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ അള്ള നിശ്ചയിച്ചൊരു കാരണമാണ് ആ ഡോക്ടറും മരുന്നും എന്ന ഉദ്ദേശത്തിലാണോ? സലീമിനോടാണ് ഞാൻ പറയണത്. ആ ഡോക്ടറാണ് രോഗം മാറ്റിയെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലും നമ്മളെ നീയത്തും എന്താണ്? അള്ളയാണ് സുഖാക്കി. അള്ളക്ക് മാത്രമേ മാറ്റാൻ കഴിവുള്ളൂ. പിന്നെ ഡോക്ടർ എന്താണ്? ഡോക്ടറാണ് അതിൻ്റെ കാരണക്കാരൻ. അള്ള നിശ്ചയിച്ചൊരു കാരണക്കാരൻ മാത്രമാണ് ആര്? ആ വിശ്വാസത്തിലാണ് പറഞ്ഞ ഒരു അപകടമില്ല. എന്നാലും അത് മര്യാദയ്ക്കുള്ള പറച്ചിലല്ല. കിതാബിലൊക്കെ പറയുന്നുണ്ട്, ബ്രാഞ്ച് കേട്ടിട്ടുണ്ടാവും, ഹക്കീക്കത്തും മജാസും പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ഷഫല്ലാഹു അത്തബീബ. ഡോക്ടർ അള്ളാഹ് മാറ്റി എന്ന് പറഞ്ഞാൽ ഷിഫയാക്കി എന്ന് പറഞ്ഞാൽ അത് ഹക്കീക്കത്താണ്, അത് ശരിയായ പറച്ചിലാണ്. ഡോക്ടർ സുഖാക്കി എന്ന് പറയുകയാണെങ്കിൽ അത് മജാസാണ്, വേണ്ടമാർക്കുള്ള പറച്ചിലല്ല, വളച്ചൊടിച്ചുള്ള പറച്ചിലാണ്. പറയാം. വിശ്വാസം എന്തായിരിക്കണം? വിശ്വാസം, മുഅ്മിൻ്റെ വിശ്വാസം ഒരു പൊടി, രോഗം മാറ്റലാവട്ടെ അല്ലാത്തതാവട്ടെ,
ഒരു വളരെ ചെറുതായ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അല്ലാത്ത ഒരാൾക്കും ഒരു കഴിവും എന്നുള്ള വിശ്വാസമാണ് തൗഹീദ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ കണ്ട് പോകുന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞാൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, ഒരു ചവിട്ടടി പോലും അള്ളാനെ കൊണ്ടല്ലാതെ വെക്കാനുള്ള കഴിവ് ഇത് പറഞ്ഞിട്ടില്ലേ? എപ്പോഴും നമ്മൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതല്ലേ എപ്പോഴും ചൊല്ലണത്. അള്ളാഹ്ക്കല്ലാതെ ഒരു അനക്കുമില്ല. ഒരു മരത്തിൻ്റെ ഒരു ഇല ഉണങ്ങിയോ കീപ്പിട്ട് വെക്കണേ ആരും ഉദ്ദേശിക്കണം. അപ്പോൾ മത്തസ്കുത്തുമി വറക്കത്തിനില്ല ഏലമുക. ഇതാണ് മുവഹീദ്, ഇതാ തൗഹീദ്. നമ്മൾ അഹ്ലു സുന്നത്തിൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എൻ്റെ ഉസ്താദ് എപ്പോഴും പറയലുണ്ട്, മുജാഹിദിൻ്റെ തൗഹീദിനെക്കാളും ഏറ്റവും സ്ട്രോങ് ഉള്ള തൗഹീദ് നമ്മളെ തൗഹീദാണ്. മുജാഹിദീങ്ങൾക്ക് മുഅ്തസിലാക്കളുടെ തൗഹീദാണ്. മുഅ്തസിലാക്കൾ പറയണത് എന്താ വെച്ചാൽ ഈ പള്ളിക്ക് വരാനുള്ള കഴിവൊക്കെ അല്ല നമുക്ക് വിട്ടു തന്നിക്കണമെന്നാണ്. നമുക്ക് തന്നെ കഴിവുണ്ട്. ആ കഴിവ് അല്ലങ്ങോട്ട് വിട്ടു തന്നു. നമുക്ക് തന്നെയുള്ള കഴിവ് ഉണ്ട്. ആര് തന്നിട്ട്? നമ്മൾ വിശ്വസിക്കണോ? ഇല്ല, തന്നിട്ടൊന്നുമില്ല. അപ്പോൾ അള്ളാഹുത്തല അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പുസ്തകം മനസ്സിലാക്കണം ഏതാ സ്ട്രോങ്. ഓരോ ചോട്ടടി അപ്പോൾ ആരാണ് ചെയ്യണത്? ഏതായത് വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും ആരാ സൃഷ്ടിക്കണത്? ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ബിംബാരാധകരോട് പറഞ്ഞതാണ്. ബിംബങ്ങളൊക്കെ ഇവിടെ തച്ചുറച്ചപ്പത്തിന് വന്ന് പേടിപ്പിച്ചപ്പോൾ പറയാണ്, നിങ്ങൾക്ക് അള്ളാനെ പേടിയില്ല. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനെയും സൃഷ്ടിക്കണ ആരാണ്? ആ യക്കീലാണ് ആ തീ കൊണ്ടത്തേക്ക് പോയപ്പോൾ എനിക്ക് അള്ളാഹ് മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ തീ കരിക്കാതിരുന്നത്. തീന് കരിക്കാൻ കഴിഞ്ഞോ? കഴിവുണ്ടോ? തീനൊന്നൊരു കഴിവില്ല. മനസ്സിലായോ? പാര തൗഹീദാവും സാറ്. അള്ളാഹാണ് സൃഷ്ടിക്കണത്. കൈ പൊന്തിച്ചതും തോത്തനും ഒക്കെ അള്ളാഹു തആല സൃഷ്ടിക്കുകയാണ്. അള്ളാഹു, ഇതാണ് നമ്മളെ അക്കീദ. നമ്മളെ കിതാബിൽ ഇത് പറയുന്നുണ്ട്. പിന്നെ അന്ന് ഒരു പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അപ്പോൾ മുജാഹിദീങ്ങൾ പറഞ്ഞപ്പോൾ എന്താ പള്ളിക്ക് വരാനൊക്കെ കഴിവ് നമുക്ക് തന്നെ ഉണ്ട്, അത് തന്നിട്ടുണ്ട് എന്നല്ലേ. അപ്പോൾ ഓല് എന്തുകൊണ്ട് പുറത്താകണില്ല? ഈമാൻ്റെ പുറത്താകണില്ല. പക്ഷേ ഓല് ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോൾ അള്ളാൻ്റെ നിയന്ത്രണം അവിടെ ഉണ്ട്. അല്ല എപ്പോൾ വേണമെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അള്ളാൻ്റെ കസ്റ്റഡി തന്നെയാണ്. അപ്പോൾ സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും നിയന്ത്രണം ആരെ കയ്യിൽ തന്നെയാണ് എപ്പോഴും. നമ്മൾക്ക് വിട്ടു തന്നാലും എപ്പോൾ വേണേൽ അള്ളാഹുത്തആലക്ക് അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാനുള്ള അള്ളാൻ്റെ ഒരു കസ്റ്റഡിയിലാണെന്നല്ല എന്താക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പുറത്തല്ല. മനസ്സിലായോ? നമ്മൾ പറയണത് ഒന്നുമില്ല, ഒരു കഴിവുമില്ല. അപ്പോൾ അള്ളാഹുത്തആല കഴിവുകൾ നമുക്ക് തരികയാണ്, നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട്. നമ്മൾ പള്ളിക്കാണ് പോരണം, ക്ലാസ്സിന് പോരണം എന്ന് മനസ്സുകൊണ്ടൊരു തീരുമാനം, ഒരു ഇഖ്തിയാർ കസ്ബ് നമുക്കുണ്ടായി. അപ്പോൾ അള്ളാഹുത്തആല അതിങ്ങനെ സൃഷ്ടിക്കുകയാണ്. ഓരോ ചോട്ടടിയും നമ്മൾ സൃഷ്ടിക്കല്ല. നമ്മൾ കിതാബിന് തെളിവ് പറഞ്ഞത്, ഇപ്പോൾ കോയം എത്ര ചോട്ടടി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും? 100 10 എണ്ണി നോക്കിയാണോ? അപ്പം എന്നെ ഇജ്ജ് ചെയ്തതല്ല, എനിക്ക് മനസ്സിലല്ലേ. ഇജ്ജ് ചെയ്താണ് എനിക്കറിയില്ല എത്ര ചോട്ടടി വെച്ചതെന്നുള്ളത്. ഞാനുണ്ട്. അപ്പോൾ അതുകൊണ്ടേ എപ്പോഴും അള്ളാഹനെ തന്നെ പറയാം, മാഷാ അള്ളാഹ്. എന്ത് നിയമത്തിനും മാഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു നിയമത്ത് മക്കളാവട്ടെ മുതലാവട്ടെ എന്തെങ്കിലും നിയമത്ത് കിട്ടിയാൽ മാഷാ അള്ളാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു വിഷമവും നേരിടേണ്ടി വരില്ല. ഇനി പറയൽ ഡോക്ടറാണെന്ന് പറഞ്ഞാലും മനസ്സിൽ ഏറ്റവും നല്ല ഉദാഹരണം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം. കണ്ണിമ വെട്ടണ നേരം കൊണ്ട് ആര് കൊണ്ടേ കൊടുത്തു? ആസഫ് കൊണ്ട് കൊണ്ടേ കൊടുത്തു. അപ്പോൾ സുലൈമാൻ നബി പറയാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതൊക്കെ ആരതാണ്? എൻ്റെ റബ്ബിൻ്റെ കഴിവാണ്, റബ്ബ് തന്നതാണ്. ആസഫ് തന്നാന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോളൂ. അപ്പോൾ സാധാരണ നിലക്കുള്ള കഴിവാണെങ്കിലും അസാധാരണമായിട്ടുള്ള കഴിവാണ്. അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അല്ലാത്ത അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ആസഫ് കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് എത്രയോ കാതങ്ങൾക്ക് അപ്പുറത്തുള്ള സിംഹാസനം കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഞാൻ കൊണ്ട് വിടുന്ന നേരം തന്നെ പറഞ്ഞത് ആര് കൊടുത്ത കഴിവാണ്? ആ ഒരു ഈമാനോടെ ഉണ്ടായാൽ മതി. അങ്ങനെ ആകാവൂ. അങ്ങനെ തന്നെയാണ് നമ്മളിതൊക്കെ പറയണത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ഒക്കെ നേർച്ചക്കാരെ കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്, നേർച്ച പോലെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്നതെന്നൊക്കെ പറയും. അപ്പോഴും ബദരീങ്ങളെ ബദരീങ്ങളെ വിളിക്കും, ഓലെ സഹായം തേടും. ആ ബദരീങ്ങളാണൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ നേരാക്കി തന്നതെന്നൊക്കെ പറയും ചെയ്യും വരും. അപ്പോഴൊക്കെ ഉദ്ദേശം എന്താണ്? ബദരീങ്ങൾക്കൊരു കഴിവില്ല, ആര് കൊടുത്ത കഴിവാണ്? അപ്പോൾ എന്ത് ശിർക്കാണ് വരുന്നത്? ഇങ്ങോട്ട് നോക്കി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ബദരീങ്ങളെ നിന്നും വിളിക്കൊന്നും വേണ്ട ശിർക്കാവാൻ. അല്ലാത്തൊരാൾക്ക് അള്ളാൻ്റെ ഒരു ഗുണം ഉണ്ടെന്ന് മനസ്സിലാണ് ശിർക്ക്. ഒത്തും വിളിക്കാണ്ട് ഒന്നും കാട്ടണ്ട, അത് മനസ്സിൽ വന്നാൽ തന്നെ ശിർക്കായി. ശിർക്ക് മനസ്സുകൊണ്ട് ചെയ്യുന്ന പണിയാണ്, കൽബിലാണ്, വിളിക്കണമെന്നൊന്നുമില്ല.
ആ വിശ്വാസമല്ലാതെ കഴിവായ കഴിവൊക്കെ അള്ളാഹ്ക്കാണ്. അള്ളാഹ് കൊടുത്ത കഴിവാണ് ഇവർക്കൊക്കെ. അതിനാണ് ഒരു തരുന്നതാണ്. മൊയ്തീൻ ശേഖരനെ വിളിച്ചാലും അമൃതങ്ങൾ വിളിച്ചാലും ആരെ വിളിച്ചാലും ഒരു ശിർക്കോടെ ഒരിക്കലും വരില്ല. ബദരീങ്ങളാണ് നേരാക്കി തന്നത് പറഞ്ഞാലും എന്തില്ല, ഷിർക്കില്ല. വിശ്വാസം എന്താണ്? മനസ്സിലായില്ലേ? അങ്ങനെ തന്നെയല്ലേ ആളുകളൊക്കെ ഉള്ളത്. നാടന്മാർ നല്ല ശ്രദ്ധിക്കണം. നാടന്മാരെ പറ്റിയൊക്കെ കിതാബിൽ പരാമർശമുണ്ട്. നാളെ നാടൻ പറയണമല്ലോ. ഒരു മൂല്യരിങ്ങനെ പറഞ്ഞെടുത്തല്ലോ, അമ്പലത്തെ തങ്ങളെ കുളിച്ചുമ്പോൾ അള്ളാനെ വിളിക്കുന്ന ആ മാർക്ക് ആവരുത് ഇട്ടോ എന്ന് പറഞ്ഞല്ലോ. അതിൽ ഇയാൾ പറയണല്ലോ ഓരൊക്കെ തന്നെയല്ല അള്ളാഹ്. അങ്ങനത്തെ നാടന്മാരുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നോടിപ്പോൾ എൻ്റെ ഒരു സ്നേഹിതം പറഞ്ഞ അങ്ങനെ പറഞ്ഞു, ഈ അള്ളാഹിന് ഇവരൊക്കെ തന്നെ അല്ലേ എന്ന്. അങ്ങനെ ഉണ്ടോ? ഏതായാലും അവമനസിൻ്റെ ചില ചേലും ചെയ്തിയൊക്കെ കിതാബിൽ പരാമർശിക്കേണ്ടത് ശരിയല്ല എന്ന് പറയേണ്ടത് ചിലതൊക്കെ അതൊന്നും ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ഒരു സംഗതിയാണ്, അള്ളാഹിനെ കൊണ്ടല്ലാതെ ഇവിടെ ഒരു കഴിവും ഒരു തരിമ്പും സഹായിക്കാനും ചെയ്യാനും ഉപദ്രവങ്ങൾ നീക്കാനും അല്ലാത്ത ഒരാൾക്ക് ഒരു കഴിവും, എല്ലാവരും കഴിവും ആരും കൊടുക്കണ കഴിവാണ്. അത് മുഷ്ഫി അന്ത ഷാഫി ലോ ഷിഫോ ഇല്ല ഷിഫോക്ക. നീ ഷിഫിയാക്കി തന്നെ പഠിച്ചോനെ, നീ അല്ലാത്തൊരു ഷാഫി ഇല്ല എന്നൊക്കെ നമ്മൾ ദ്വാരക്കലിൻ്റെ മൂല്യന്മാരൊക്കെ അങ്ങനെ എന്നിട്ടാണ് പറഞ്ഞത് ഈ ഡോക്ടറാണ് മാറ്റി തന്നത് എന്ന് പറയുമ്പം ഡോക്ടറും ഗുളികയൊക്കെ കാരണം മാത്രമാണ്. ആ കാര്യം ചിലപ്പോൾ മന്ത്രി ചോദിച്ചാലും മതിയാവും. ഒരു ഡോക്ടർമാർ കൊണ്ട് മാറാത്ത മന്ത്രി ചോദിയിട്ട് മാറി എത്രയോ അനുഭവങ്ങളുണ്ട്. ഉണ്ടേ അള്ളാൻ്റെ നാമങ്ങളും ഖുർആനൊക്കെ ഓതിയിട്ട് മന്ത്രിച്ചിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് മാറി എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാനന്ന് പറഞ്ഞില്ലേ, കുഞ്ഞപ്പാജി പറഞ്ഞു ഭയങ്കരമായിട്ട് എന്തോ കേസുണ്ടായി. അപ്പോൾ ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു അതില്ല മാറിയെന്നിട്ട് പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ആ കംപ്ലൈൻറ്റോടെ കാണുന്നില്ല. അങ്ങനെയുണ്ട്. അതൊക്കെ ആരെ കഴിവാണ്? അള്ളാഹ് അവർക്ക് കൊടുക്കണേ, ഔലിയാക്കന്മാർക്ക് കൊടുക്കണ കഴിവാണ്. എത്ര ഉണ്ട്? ഒരുപാടുണ്ട്. അപ്പോൾ വിഷയം ഇവിടെയാണ് കിടക്കുന്നത്. ഇത് നല്ല യക്കീനായിട്ട് എപ്പോഴും വേണം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. കള്ളയാണ്, അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ. മറ്റുള്ളവരുടെ കഴിവൊക്കെ ആര് കൊടുക്കണ കഴിവാണ് എന്ന് പറഞ്ഞത്. പിന്നെ എവിടുന്നാണ് അവിടെ ശിർക്ക് വരുന്നത്? അപ്പം എന്താ ചെയ്യുക? ഇനി എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ചോദിച്ച ഒരു വിഷയം എന്താ വെച്ചാൽ വസ്വാസിനെ സംബന്ധിച്ചാണ്. വസ്വാസം കൊണ്ട് കുടുങ്ങിയെന്ന് പലരും. ഈമാനിലുള്ള വസ്വാസമുള്ളവരുണ്ട്. ഈമാനിൽ നാളെ ഞാൻ ആശുപത്രി വന്നപ്പോൾ ഒരു ചെറുക്കൻ്റെ തന്നെ വന്നിരിക്കുകയാണ്, നിങ്ങളല്ലേ ഞാൻ കാലിലുണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന് പോകണില്ല. പിന്നെ എന്നോട് ഒരുപാട് പ്രയാസങ്ങളിൽ ഞാൻ വിളിക്കണ്ടിട്ടോ, അവൻ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു വിളിച്ചതാണ്. അവൻ ഈമാനിലാണ് ഇപ്പോൾ വസ്വാസം. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ വന്നതായിരുന്നു. ഇന്ന് നേരമല്ല. എനിക്ക് 10:30 നിൽക്കാം, 9:30 പോകണം. 9:35 ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയണം. പിന്നെ ഒതുർക്കുമുള്ള വസ്വാസ് എന്താണ്? ഹുഫൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ്. ഹുഫ തടവുന്നുണ്ട്, സോക്സൊക്കെ തടവുന്നുണ്ടല്ലോ ചില ആളുകൾ. ഹുഫ തടവുക എന്നുള്ളൊരു ആനുകൂല്യം ഷറയിലുണ്ട്. കാല് കഴുകണ്ട, ഹുഫ കാലുമ്പോൾ നൂരണ്ട. ഹുഫ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒതുർക്കുമ്പോൾ കാല് കഴുകണ്ടേ? എന്നാൽ ഹുഫ എന്താക്കേണ്ടതില്ല, ഊരേണ്ടതില്ല. അതിൻ്റെ മേലെ ഇങ്ങനെ തടയുക മതിങ്ങനെ. തല തടവും പോലെ അല്ല, വരച്ചാണ്ട് ഇങ്ങനെ. അതും എൻ്റെ മുകളിലാണ് തടവൽ. അറബികൾ ചെയ്യുന്നുണ്ട് അല്ലേ? അറബികൾ ഹുഫയാണോ സോക്സാണോ? സോക്സ് തടവ് നമ്മളെ മധുരം എന്തായാലും പറ്റില്ല. ഷൂ ആണ് ശരിക്ക്. ഷൂവിൻ്റെ മാർക്കുള്ള സാധനമാണ് ഹുഫാറിനത്. അതിട്ട് നടക്കാൻ പറ്റണം. സോക്സ് ഇട്ടാൽ റോട്ടോടെ നടക്കുമോ? പിന്നെ അത് അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് അടിക്കത്തൂലേ? അതൊന്നും എത്താൻ പാടില്ല. അത് ഷൂവിൻ്റെ മാർക്കുള്ളൊരു സാധനമാണ് പയകാലത്തുള്ള സോക്സ്. ഇപ്പോൾ ഹെറമിലൊക്കെ അടുത്ത പട്ടാളക്കാരൊക്കെ ശരിക്കുള്ള ഹുഫയാണ്. ഒലയമ്മ തടവും. ഒലയമ്മ എന്താക്കലുണ്ട്? അത് കണ്ടാണ്ട് സോക്സ് തരാൻ നിന്നിട്ട് കാര്യമില്ല. വിവരക്കാടാണ് സോക്സ് തരാണ്. സോക്സൊക്കെ ഊരണം. ഞാൻ എൻ്റെ മറ്റുള്ള വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പറയാം. ജമ്മു കസറും ബാക്കി പറയാനുണ്ട്. ഇന്നിപ്പോൾ ഈ നിക്ക കൊണ്ടാണ്. പിന്നെ മറ്റേ ഉറങ്ങിപ്പോയി. ഇന്ന് സുബേസ് കേച്ചാണ്ടേ മറ്റേ സുബേസ് കേച്ചിരുന്നപ്പോൾ ഉറക്കം ഇങ്ങനെ വരികയാണ്. അയാളുണ്ട് കടന്നു. ഈ 7 മണിക്ക് എന്തോ കുതിരത്തിന് ഉണർന്നുകൊണ്ട് ഇവിടെ എത്തി. കുറച്ച് വൈകിയാണെങ്കിലോ അത് 8 മണിക്കാണ് ഉണർന്നു വെച്ചെങ്കിൽ പോയില്ലേ? അത്ര എത്തിയാൽ മതി. ഇപ്പം നിങ്ങൾ അത് ഉണ്ടാവാത്തൊരു കാര്യമാണ്. സുബേസ് കേച്ച് അത് ദിക്ർ ചൊല്ലിയിരുന്നപ്പോൾ ഉറക്കണ്ട് വന്നു. ഭയങ്കര ഉറക്ക്.
എന്താ അറിയുക, ചില ദിവസം അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ടൊന്ന് നേരം വൈകി. പക്ഷെ വൈകിയാലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ പോകാനേ പറ്റില്ല. നിക്കാഹാണ് 10 മണിക്ക് നിശ്ചയിച്ച നിക്കാഹ് ഞാൻ 10:30 ആകണമെന്നാണ് ആക്കിയതാണ്. അവർക്ക് 10 മണിക്കാണ് നിക്കാഹ് പാകം. അത് പള്ളിക്കന്ന് കഴിച്ചിട്ട് 10:30 ആകുമ്പോഴത്തേനും അവർക്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു 10:30 പോലെ ആക്കിയതാണ് എനിക്കും വേണ്ടിയിട്ട്. പിന്നെ അതും ഞാൻ വൈകിച്ചാൽ വളരെ മോശമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പറയാം. നമ്മൾ ചെറിയ ദുആ നടത്തി ഇപ്പം പിരിയാ കേട്ടോ, അതല്ലേ മറ്റേ നമുക്ക് പ്രശ്നമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.